ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് മൊഡ്യൂൾ 6 അതിൻ്റെ ലെക്ചർ 4 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം സിലബസിൽ നമുക്ക് ഇനിയും ഡിസ്കസ് ചെയ്യാനുള്ളത് ജനറൽ സ്റ്റഡി ഓഫ് ക്വേസ്, പിയേഴ്സ്, വാഫ്സ്, ജെട്ടീസ്, ഈ പോർഷൻസ്. പിന്നെ വേവ്സിൻ്റെ ആ ഒരു പോർഷൻ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, നാച്ചുറൽ ഫിനോമിനാസ് വിച്ച് എഫക്റ്റ് ഹാർബർ എന്ന് പറഞ്ഞത്. അതിലെ വേവ്, വിൻഡ്, അതിൻ്റെ കുറച്ച് പോർഷൻസും കൂടെ ഉണ്ട്. ഓക്കെ, അപ്പം പിന്നെ പോർട്ട് നമ്മൾ പറഞ്ഞായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. അതിൽ അവിടെ സാധാരണ കൊടുക്കാറുള്ള മേജർ ഫെസിലിറ്റീസ് എന്തൊക്കെയാണ്, അതൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം വിൻഡ് പാറ്റേൺ പ്രൊഡ്യൂസ് ചെയ്യാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള 3 ഫാക്ടേഴ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ആക്ഷൻ ഓഫ് മാസ് ഓഫ് വാട്ടർ. എന്ന് വെച്ചാൽ വാട്ടർ എന്ന് പറയുമ്പോൾ അതിന് ഹീറ്റ് അബ്സോർബ് ചെയ്യാൻ നല്ലൊരു കപ്പാസിറ്റി ഉണ്ട്, പെട്ടെന്ന് അങ്ങനെ അബ്സോർബ് ചെയ്യും. പക്ഷെ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത്, ആ ഹീറ്റിനെ കിട്ടിയത് റിഫ്ലക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത് അത്ര എഫക്റ്റീവ് അല്ല വാട്ടറിൻ്റെ കേസിൽ. അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിളിൽ വന്നൊരു കാര്യമാണ്, ഈ കോൾഡ് സീ എയർ ഉണ്ടല്ലോ, അത് സീയിൽ നിന്ന് ലാൻഡിലോട്ട് സമ്മർ സീസണിൽ ഒരു ഫ്ലോ ചെയ്യുന്നുണ്ട്. സീയിൽ നിന്ന് ലാൻഡിലോട്ട് കോൾഡ് സീ എയർ ഫ്ലോ ചെയ്യും. അതുപോലെ തന്നെ ഈ ഒരു സംഭവം തന്നെ റിവേഴ്സായിട്ട് വിൻ്റർ സീസണിൽ എങ്ങനെയായിരിക്കും, ആ ഒരു കോൾഡ് എയറിന് പോലെ അവിടെ ഹോട്ട് എയർ ആയിരിക്കും ബ്ലോ ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണ് ആക്ഷൻ ഓഫ് മാസ് ഓഫ് വാട്ടറിൽ അവിടെ ഇമ്പോർട്ടൻസ് വന്നത്. അപ്പം ആ വാട്ടറിന് ആ ഒരു ചൂടിനെ അബ്സോർബ് ചെയ്യാനും റിഫ്ലക്റ്റ് ചെയ്യാനും ഒരു ചെറിയൊരു കപ്പാസിറ്റി, അതനുസരിച്ച് ഉള്ള വിൻഡ് പാറ്റേൺ അങ്ങനെ ക്രിയേറ്റ് ചെയ്യാവുന്നുണ്ട്. രണ്ടാമത്തത് ലൊക്കേഷൻ എന്ന് പറയുമ്പം ട്രോപ്പിക് റീജിയൻ ഉണ്ടല്ലോ, ഈ സണ്ണിൻ്റെ എഫക്റ്റ് അല്ലെങ്കിൽ ആ ഹീറ്റിൻ്റെ എഫക്റ്റ് കൂടുതലുള്ള, അപ്പോൾ അവിടെ പെട്ടെന്ന് ഹീറ്റഡ് ആകുന്ന ഏരിയയാണ് ട്രോപ്പിക് റീജിയൻസ് കമ്പയർ ടു ആർട്ടിക് റീജിയൻ അവിടെ ഐസ് അല്ലേ, അങ്ങനത്തെ ഒരു ഏരിയ ആണ്. അപ്പോൾ അവിടെ തണുപ്പായിരിക്കും കൂടുതൽ. അപ്പോൾ അങ്ങനത്തെ കേസിൽ ഈ ട്രോപ്പിക് റീജിയനിൽ നിന്ന് ട്രോപ്പിക് എയർ റൈസ് ചെയ്തിട്ട് പോൾസ് എന്ന് വെച്ചാൽ ആർട്ടിക് റീജിയനിലോട്ട് ബ്ലോ ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു വിൻഡ് പാറ്റേൺ, സീയുടെ മേളിൽ കൂടെ ഒരു വിൻഡ് പാറ്റേൺ ഉണ്ടാകുമ്പോൾ പിന്നെ വേവ്സും അതനുസരിച്ച് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, പിന്നെ റൊട്ടേഷൻ ഓഫ് എർത്ത് കാരണം, അതെങ്ങനെയാണെന്ന് വെച്ചാൽ റൊട്ടേഷൻ കാരണം ഒരു സീയുടെ പല പോയിന്റ്സിലും വെലോസിറ്റി ക്രിയേറ്റ് ആവുന്നുണ്ട്. എർത്തിൻ്റെ റൊട്ടേഷൻ കാരണം വെലോസിറ്റി ക്രിയേറ്റ് ആകുമ്പോൾ അവിടെ അതനുസരിച്ച് ഈ എയറിലൊക്കെ വെലോസിറ്റി ഉണ്ടാകുമ്പോൾ അതിന് തൊട്ട് മേളിൽ കൂടെ, സീയുടെ മേളിൽ കൂടെ ആണല്ലോ എയർ പോകുന്നത്, അപ്പോൾ അതനുസരിച്ച് സീ വേവ്സും ഉണ്ടാവും. ഓക്കെ, അപ്പം ഇതാണ് 3 ഫാക്ടേഴ്സ് വിച്ച് ആർ റെസ്പോൺസിബിൾ ഫോർ പ്രൊഡ്യൂസിങ് സീസണൽ വിൻഡ് പാറ്റേൺസ്. ഓക്കെ, ഇനി അടുത്തത് ഒരു സ്കെയിലാണ്, ബ്യൂഫോർട്ട് സ്കെയിൽ. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും വേറെ ഏതെങ്കിലും സബ്ജക്റ്റിലൊക്കെ. അപ്പം ഇത് ബ്രിട്ടീഷ് നേവിയിലുള്ളായിരുന്ന അഡ്മിറൽ ബ്യൂഫോർട്ട് എന്നൊരാൾ ക്രിയേറ്റ് ചെയ്തതാണ് ഒരു സ്കെയിൽ. അപ്പം വിൻഡ് ഫോഴ്സിനെ ഒരു സ്കെയിലായിട്ട് അയാൾ റെഡിയാക്കിയതാണ്. അപ്പം അയാളുടെ പേരിലാണ് ഈ ഒരു സ്കെയിൽ അറിയപ്പെടുന്നത്. അപ്പം ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ, വിൻഡിൻ്റെ ആ സ്ട്രെങ്ത് അല്ലെങ്കിൽ ആ വെലോസിറ്റീനെ ന്യൂമറിക്കൽ വാല്യൂസ് വെച്ചിട്ട് ഇങ്ങനെ റേഞ്ച് ചെയ്തു. അപ്പം 0 തൊട്ട് 12 വരെ വാല്യൂസ് വെച്ചിട്ട് ഓരോ വെലോസിറ്റി ഉള്ളതിനെ ഇന്ന പേരിൽ ഡിസ്ക്രൈബ് ചെയ്തു. ഓക്കെ, അപ്പോൾ 0 എന്ന നമ്പർ ഉള്ളത് കാം ആയിട്ടുള്ള വിൻഡ് ആയിരിക്കും. വെലോസിറ്റി എന്ന് പറയുന്നത് 1.6 km/h ആയിരിക്കും. അങ്ങനെ 0 തൊട്ട് 12 വരെ ഇങ്ങനെ നമ്പറിങ് ചെയ്ത് വെച്ചു. അപ്പം ഇങ്ങനെയുള്ള ഒരു ടേബിളിനെയാണ് ബ്യൂഫോർട്ട് സ്കെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ പറയുന്നത്, നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് അവിടുത്തെ വിൻഡ് വെലോസിറ്റിയും അതുപോലെ തന്നെ അത് ബ്ലോ ചെയ്യുന്ന ഡയറക്ഷനും റെക്കോർഡ് ചെയ്ത് വെച്ചാൽ നമുക്ക് അതിനെ പ്ലോട്ട് ചെയ്യാൻ പറ്റും ഒരു ഡയഗ്രാം ആക്കിയിട്ട്. അങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു ഫോമിനെ പ്രസൻറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ വിൻഡ് റോസ് ഡയഗ്രാം എന്ന് പറയുന്നത്. നമ്മളത് കഴിഞ്ഞ സെമ്മിൽ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് 1 നമ്മൾ വിൻഡ് റോസ് ഡയഗ്രാം പറഞ്ഞായിരുന്നു. എയർപോർട്ട് എഞ്ചിനീയറിംഗിൻ്റെ കേസിലാണ് പറഞ്ഞത്. അവിടെ എന്താ നമ്മൾ ചെയ്യുന്നത്, ആ ഒരു വെലോസിറ്റീനെയും ഡയറക്ഷനെയും വെച്ചിട്ട് നമ്മൾ ആ ഒരു ഡയഗ്രാം വരയ്ക്കുമായിരുന്നല്ലോ, ഓർക്കുന്നുണ്ടല്ലോ. ആ ഒരു സർക്കിൾ പോലെ ഇരുന്നിട്ട് കുറേ ഡയറക്ഷൻസ്, നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത് ഈസ്റ്റ്, അങ്ങനെ. അപ്പം അങ്ങനെ ആ ഒരു ക്രിയേറ്റ് ചെയ്യുന്ന ഡയഗ്രത്തിന് നമുക്ക് വിൻഡ് റോസ് ഡയഗ്രാം എന്ന് പറയും. ഏതൊക്കെ തമ്മിലാണ്? വെലോസിറ്റി അതുപോലെ തന്നെ ഡയറക്ഷൻ ഓഫ് വിൻഡ്. ഓക്കെ, പിന്നെ ഈ വിൻഡ് റോസ് ഡയഗ്രാം നമ്മൾ ഒന്നെങ്കിൽ വൺസ് ഇൻ എ മന്ത്, അങ്ങനെ ഒരു സൈക്കിളിൽ അല്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും ഇത് നമ്മൾ കറക്റ്റ് ആണോ എന്നുള്ളത്, ഇപ്പം ഉള്ളത് തന്നെയാണോ അടുത്ത വർഷം ഈ ഒരു ടൈം ആകുമ്പോൾ ഉള്ള ആ ഒരു ഡയഗ്രാം എന്നുള്ളത് നമ്മളത് റെക്കോർഡ് ചെയ്ത് പ്ലോട്ട് ചെയ്ത് തന്നെ കണ്ടുപിടിക്കണം. പിന്നെ അടുത്തത് പറയാനുള്ളത് വേവിൽ ഉണ്ടാകുന്ന വേവ് പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത്. അപ്പം മെയിൻലി 2 പാരാമീറ്ററാണ് നമ്മൾ പറയാറുള്ളത്. സീ വേവ്സിൽ ഹൈറ്റ് ഓഫ് വേവും ലെങ്ത് ഓഫ് വേവ്സും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ പടം കാണാമല്ലോ. അപ്പോൾ വേവ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം 2 അടുത്തടുത്തുള്ള ക്രസ്റ്റുകൾ തമ്മിലുള്ള ആ ഡിസ്റ്റൻസിനെ വേവ് ലെന്ത് എന്നും, ഇപ്പോൾ ഒരു വേവ് എടുത്താൽ അതിൻ്റെ ക്രസ്റ്റും താഴത്തെ ട്രഫും തമ്മിലുള്ള
ഹൈറ്റിനെ വേവ് ഹൈറ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പം നമുക്കറിയാം വേവ് എന്ന് പറയുന്നത് ജനറേറ്റഡ് ബൈ വിൻഡ് ആണ്. ഓക്കെ, അപ്പം ഈ വേവ് ഡെവലപ്പ് ആകുന്ന ആ ഒരു സർഫസ് ഏരിയ ഉണ്ടല്ലോ, വിൻഡ് ബ്ലോ ചെയ്യുമ്പം ആ ഒരു പർട്ടിക്കുലർ വിൻഡിന്റെ എഫക്റ്റ് വരുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ വാട്ടറിലുള്ള, ആ ഏരിയനെ നമുക്ക് ഫെച്ച് എന്ന് പറയാം. ഓക്കെ, അപ്പം ആ ഒരു ഏരിയയിലാണ് ആ വേവ് റൈസ് ആകുന്നത്, അതിനെ ഫെച്ച് എന്ന് പറയാം. അത് യൂഷ്വലി നമ്മൾ കിലോമീറ്ററിലായിരിക്കും ആ ഫെച്ച് എന്നൊരു വാല്യൂ മെഷർ ചെയ്യുന്നത്. ആ ഫെച്ചിനെ നമുക്ക് ഒന്നെങ്കിൽ ലെന്ത് അക്രോസ് വിച്ച് ദ വേവ് ആക്ഷൻ ഈസ് ജനറേറ്റഡ് ആൻഡ് ഈസ് ആക്റ്റീവ് എന്നും പറയാം. ആ ലെന്തിനെ എന്ന് പറയാം, ഏരിയ അല്ലെങ്കിൽ ആ ഒരു ലെന്ത് എന്നതിനെ നമുക്ക് ഫെച്ച് എന്ന ടേം കൊണ്ട് ഡിനോട്ട് ചെയ്യാം. കിലോമീറ്ററിലാണ് നമ്മൾ ആ വാല്യൂ ഡിനോട്ട് ചെയ്യുന്നത്, റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ആ ഫെച്ച് എന്നൊരു വാല്യൂ വേണം നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ, ഹൈറ്റ് ഓഫ് വേവ്സ് എങ്ങനെയാണെന്നുള്ളത് റെപ്രസെൻറ്റേറ്റ് ചെയ്യണമെങ്കിൽ ആ ഫെച്ച് അല്ലെങ്കിൽ എഫ് എന്നൊരു വാല്യൂവിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, അപ്പം ഹൈറ്റ് ഓഫ് വേവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനെ നമുക്ക് സ്റ്റെവൻസൺസ് ഫോർമുല എന്ന് പറയാം. ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ ഹൈറ്റ് ഓഫ് വേവ് ഇൻ മീറ്റേഴ്സ് ഈക്വൽ ടു 0.34√f. ഓക്കെ, അവിടെ എഫ് എന്ന് പറയുന്നത് ഫെച്ച് ആണ്, കിലോമീറ്ററിലാണ്. ഓക്കെ, അപ്പം ഈ ഫോർമുല ഡിറൈവ് ചെയ്തത് തോമസ് സ്റ്റെവൻസൺസ് എന്നൊരാളാണ്. അപ്പം അയാളുടെ പേരിലാണ് ആ ഫോർമുല വന്നത്. ഓക്കെ, അപ്പം ഇക്വേഷൻ എന്താണ് 0.34 × √f. ഓക്കെ, ആ ഫെച്ച് എന്താണെന്നുള്ളത് ഒന്നും കൂടി ഒന്ന് ക്ലിയർ ആക്കിയാൽ എങ്ങനെയാണെന്ന് നോക്കാം. ദ ഹൈറ്റ് ആൻഡ് ലെങ്ത് ഓഫ് വേവ്സ് ഡിപ്പെൻഡ്സ് ഓൺ എഫക്റ്റീവ് സർഫസ് ഏരിയ ഓവർ വിച്ച് വിൻഡ് ബ്ലോസ് ഇൻ ആൻ എസെൻഷ്യലി കോൺസ്റ്റന്റ് ഡയറക്ഷൻ കോൾഡ് ഫെച്ച്. ഓക്കെ, അപ്പം വിൻഡ് ബ്ലോ ചെയ്യുന്ന ആ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള സർഫസ് ഏരിയനെയാണ് നമ്മൾ ഫെച്ച് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ആ നമ്മുടെ വേവിന്റെ ഹൈറ്റും അതുപോലെ ലെന്തും ഒക്കെ ഈ ഒരു ഫെച്ചിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ഫെച്ച് ലെന്ത് എന്ന് പറഞ്ഞാൽ ഈസ് ദ ഡിസ്റ്റൻസ് ദാറ്റ് വിൻഡ് ഹാസ് ട്രാവൽഡ് ഓവർ ഓപ്പൺ വാട്ടർ വിത്തൗട്ട് എൻകൗണ്ടറിങ് എനി ഒബ്സ്ട്രക്ഷൻ. സെയിം കാര്യം തന്നെ, എന്തുമാത്രം ഡിസ്റ്റൻസിൽ ആ വിൻഡ് ആ ഒരു സീയുടെ മേളിൽ കൂടെ വലിയ ഒബ്സ്ട്രക്ഷൻസ് ഒന്നും ഇല്ലാതെ ബ്ലോ ചെയ്തു, ആ ലെന്തിനെ ആണ് നമ്മൾ ഫെച്ച് ലെന്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കിലോമീറ്ററിൽ ഡിനോട്ട് ചെയ്യാം. അപ്പോൾ ഫെച്ച് ലെന്തിനെ നമുക്ക് വെറും ഫെച്ച് എന്ന് വെച്ചിട്ട് തന്നെ നമുക്ക് റെപ്രസെൻറ്റേറ്റ് ചെയ്യാം. ഉദ്ദേശിക്കുന്നത് ആ ഒരു ലെന്തിനെ തന്നെയാണ്. ഓക്കെ, അത് അപ്പോൾ ഫെച്ച് എന്ന് പറയുന്നത് ഒരു ഫാക്ടറാണ് ഈ ഹൈറ്റും ലെന്തും ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് വേവിന്റെ. ഇത് കൂടാതെയുള്ള ഫാക്ടേഴ്സ് വിച്ച് ഡിറ്റർമൈൻ ദി ഹൈറ്റ് ഓഫ് വേവ്സ് എന്ന് പറയുന്നത് ഒന്ന് ഹാർബർ എവിടെയാണോ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, ആ ലൊക്കേഷൻ ഓഫ് ഹാർബർ, പിന്നെ അവിടുത്തെ ഡയറക്ഷൻ ഓഫ് വിൻഡ്. ഓക്കെ, ഇനി അടുത്തത് ലെന്ത് ഓഫ് വേവ്സ്. അപ്പം നേരത്തെ നമ്മൾ ഹൈറ്റ് ഓഫ് വേവ് ആ പറഞ്ഞത്, ഇനി ലെന്ത് ഓഫ് വേവ് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ ലെന്ത് വുഡ് ബി ഡിഫൈൻഡ് ആസ് എ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ അഡ്ജസ്റ്റന്റ് ക്രസ്റ്റ് ഓഫ് എ വേവ്. ഓക്കെ, അപ്പം ലെന്ത് എന്ന് പറയുന്നത് ആ പർട്ടിക്കുലർ വേവിന്റെ ആ ഒരു ഫോഴ്സിനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. എന്തുമാത്രം ലെന്ത് ഉണ്ട് എന്നുള്ളത് അതിന്റെ ആ വേവിന്റെ ഫോഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ലെന്ത് കണ്ടുപിടിക്കാനുള്ള ഫോർമുലേനെ നമുക്ക് ബെർട്ടിൻസ് ഫോർമുല എന്ന് പറയാം. ഇക്വേഷൻ ആണ് L = T²/2π × g, അല്ലെങ്കിൽ അതിനെ ഒന്നുകൂടെ സ്മോൾ ആക്കിയാൽ 1.56 × T². ഓക്കെ, T²/2π × g ആണ്. ഓക്കെ, അപ്പം അങ്ങനെ റെഡ്യൂസ് ചെയ്ത് എഴുതാം 1.56 T² എന്ന്. അവിടെ L എന്ന് പറയുന്നത് ലെന്ത് ഇൻ മീറ്റേഴ്സ് ആണ്. T എന്ന് പറയുന്നത് പീരിയഡ് ഇൻ സെക്കൻഡ്സ് ഫോർ 2 സക്സസീവ് വേവ്സ് ടു പാസ് ദി സെയിം സെക്ഷൻ. സക്സസീവ് എന്നാണ് സ്പെല്ലിംഗ് അതിൽ തെറ്റാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ T എന്ന് പറയുന്നത് രണ്ട് അടുത്തടുത്തുള്ള വേവ്സിന് ഒരു പർട്ടിക്കുലർ സെക്ഷൻ പാസ് ചെയ്യാൻ എന്തുമാത്രം ടൈം എടുത്തു, അത് സെക്കൻഡ്സിലായിരിക്കും ഡിനോട്ട് ചെയ്യുന്നത്. അതായിരിക്കും സ്മോൾ ടി എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ L നമുക്ക് മീറ്റേഴ്സിലായിരിക്കും കിട്ടുന്നത്. ഓക്കെ, അതാണ് ലെന്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പം ഹൈറ്റും പറഞ്ഞു ലെന്തും പറഞ്ഞു, രണ്ടും കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് റേഷ്യോ ഓഫ് വേവ് ലെന്ത് ടു ഇറ്റ്സ് ഹൈറ്റ്. ഇപ്പം പറഞ്ഞ ലെന്തും ഹൈറ്റും ഇല്ലേ, അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് നമുക്ക് പല വിൻഡ് കണ്ടീഷൻ അനുസരിച്ച് ഇങ്ങനെ എഴുതാൻ പറ്റും. ആദ്യത്തേത് ഫോർ സ്ട്രോങ് സ്റ്റോം ആൻഡ് ഹെവി സീ. ഭയങ്കരമായിട്ട് കൊടുങ്കാറ്റ് പോലത്തെ ഒരു സ്റ്റോം ആണ്, പിന്നെ ഭയങ്കര ഹെവി ആയിട്ടുള്ള ഒരു ഡെപ്ത് ഒക്കെ ഉള്ള സീ ആണെങ്കിൽ അവിടെ വേവ് ലെന്ത് ടു വേവ് ഹൈറ്റ് എന്ന് പറയുന്നത് 18 ആയിരിക്കും, ആ റേഷ്യോ എന്ന് പറയുന്നത്. സ്ട്രോങ് കുറച്ചും കൂടെ അത്ര വലിയ കൊടുങ്കാറ്റ് പോലെ അല്ല, എന്നാലും സ്ട്രോങ് വിൻഡ് പിന്നെ റഫ് ആയിട്ടുള്ള സീ ഒക്കെ ആണെങ്കിൽ 20 എന്ന് വെച്ചാൽ ഭയങ്കര ഒരു വലിയ വേവ് ഒന്നും ഇല്ലാത്ത കേസ് ഹെവി സീസിനേക്കാളും ഇച്ചിരി കൂടെ കുറവാണ് റഫ് സീ. ഇനിയും അതല്ല, ഒരു മോഡറേറ്റ് സ്റ്റോം അല്ലെങ്കിൽ വലിയ കാറ്റ് വരുന്നില്ല, അതുപോലെ ലൈറ്റ് ആയിട്ടുള്ള സീ ഒക്കെ ആണെങ്കിൽ അവിടെ 33 ആയിരിക്കും ആ റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് മോഡിഫിക്കേഷൻ ഓഫ് സീ വേവ്സ്. ഓക്കെ, മോഡിഫിക്കേഷൻ ഓഫ് സീ വേവ്സ് എന്ന് വെച്ചാൽ വേവിന്റെ ഹൈറ്റിലും ലെന്തിലും ആ രണ്ട് പാരാമീറ്റേഴ്സിലും ഉണ്ടാകുന്ന ചേഞ്ച്, അത്രയേ ഉള്ളൂ മോഡിഫിക്കേഷൻ ഓഫ് സീ വേവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ആ ഒരു ചേഞ്ച് എങ്ങനെയൊക്കെയാണ് ഉണ്ടാകുന്നതെന്ന് നോക്കാം. ഒന്ന്,
എയർ റെസിസ്റ്റൻസ് കോസസ് ഡീകേ ഓഫ് വേവ്സ്. ഡീകേ ഓഫ് വേവ്സ് എന്ന് പറയുന്നാൽ വേവ് അങ്ങ് ഇല്ലാതായി പോകും. വേവ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു, പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്കും അത് വേവ് അങ്ങ് ഇല്ലാതായി മാറുന്നു. മൊത്തത്തിൽ വേവ് അങ്ങ് ഡീപ് സീന്ന് വന്ന വേവ് നമ്മുടെ ആ സീ ഷോർ വരെ എത്തുന്നില്ല. അതിനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് എയർ റെസിസ്റ്റൻസ് കാരണം. ഓക്കെ, എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് ആയിട്ട് ചിലപ്പം വിൻഡ് ബ്ലോ ചെയ്താൽ ഈ ഒരു വേവിനെ റെസിസ്റ്റ് ചെയ്ത് അങ്ങ് ആ ഒരു വേവ് ഇല്ലാതായി മാറും. അതിനാണ് ഡീകേ ഓഫ് വേവ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊരു റീസണാണ്. അപ്പം എന്താ, ആ ഒരു പർട്ടിക്കുലർ വേവിന്റെ ലെന്തും ഹൈറ്റും ഒക്കെ എന്തായി, 0 ആയി മാറിയല്ലേ, പിന്നെ അതില്ലാതായി മാറിയല്ലോ. ഓക്കെ, അതൊരു കേസ്. രണ്ടാമത്തത് ബ്രേക്കിംഗ് ഓഫ് വേവ്സ് ഒക്വർ വെൻ ഡെപ്ത് ഡിഗ്രീസസ് അറ്റ് ഏരിയാസ് ഓഫ് ഷാലോ വാട്ടർ. എന്ന് വെച്ചാൽ ഷാലോ വാട്ടർ എന്ന് പറയുമ്പോൾ ഡെപ്ത് ഓഫ് വാട്ടർ അധികം ഇല്ലാത്ത സ്ഥലം അല്ലെ, അവിടെ എത്തുമ്പോഴേക്കും എന്താ, ആ വേവ് അങ്ങ് ബ്രേക്ക് ആയി മാറും, ബ്രേക്ക് ചെയ്തു പോകും. എന്ന് വെച്ചാൽ അതിന് അത്രയും ഹൈറ്റും ലെന്തൊന്നും വരാതെ അങ്ങ് ചെറുതായി മാറും. അതിനാണ് ബ്രേക്കിംഗ് ഓഫ് വേവ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ പറയുന്നത് വെൻ വേവ് സ്ട്രൈക്ക് അഗനിസ്റ്റ് വെർട്ടിക്കൽ സർഫസ് റിഫ്ലക്ഷൻ ഒക്കേഴ്സ് വിച്ച് കോസസ് ചേഞ്ച് ഇൻ പാരാമീറ്റേഴ്സ്. എന്ന് വെച്ചാൽ ഒരു വെർട്ടിക്കൽ സർഫസിൽ വന്ന് ഈ വേവ് വന്ന് അങ്ങനെ ഇടിച്ചു കഴിഞ്ഞാൽ അത് റിഫ്ലക്റ്റ് ആവും. അപ്പം എന്താണ്, നേരത്തെ പറഞ്ഞ പാരാമീറ്റേഴ്സിലൊക്കെ ചേഞ്ച് ഉണ്ടാവും. പിന്നെ പറയുന്നത് ഇപ്പം വേവ്, നല്ലൊരു വേവ് വന്നുകൊണ്ടിരിക്കുക, അപ്പം ഹാർബറിന്റെ അങ്ങോട്ട് വന്നു, ആ ഹാർബറിന്റെ ബേസിനിലോട്ട് എൻട്രി ചെയ്താൽ ആ വേവ് ആ ഒരു ബേസിനുള്ളിൽ എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഏരിയ കൂടുതലാണ് അല്ലേ, അപ്പം അവിടെ ഒരു സഡൻ ആയിട്ടുള്ള ഒരു എക്സ്പാൻഷൻ നടക്കും. ചിലപ്പം ആ ഒരു ഹാർബറിന്റെ എൻട്രൻസ് എന്ന് പറയുമ്പോൾ ഇച്ചിരി കൂടെ ഇടുങ്ങിയതായിരിക്കും, പക്ഷെ ഹാർബർ ഏരിയ എന്ന് പറയുമ്പോൾ കുറച്ച് അധികം ഏരിയ കാണും. അപ്പം ആ പോർഷനിൽ കൂടെ ഇച്ചിരി ഇങ്ങനെ കോൺട്രാക്ട് ചെയ്ത് വന്ന സാധനം ഏരിയയിലോട്ട്, ആ ബേസിൻ ഏരിയയിലോട്ട് കയറുമ്പോൾ അങ്ങ് എക്സ്പാൻഡ് ആവും. അപ്പോഴും ഈ ചേഞ്ച് ഉണ്ടാവുന്നുണ്ട് ആ ഒരു വേവിന്റെ ലെന്തിലും ഹൈറ്റിലൊക്കെ. ഓക്കെ, ഇതാണ് മെയിൻ 4 റീസൺസ് ഫോർ മോഡിഫിക്കേഷൻ ഓഫ് സീ വേവ്സ് എന്നത്. ഓക്കെ, ഇനിയും പറയാൻ ഉള്ളത്, നമ്മൾ നേരത്തെ പറഞ്ഞു ബ്രേക്കിംഗ് ഓഫ് വേവ്സ്, അതെപ്പോഴാ, ഷാലോ ഡെപ്തിലാണ് വാട്ടർ എങ്കിൽ അല്ലെ. അത് തന്നെ വേവ്സ് ബിഗാൻ ടു ബ്രേക്ക് വെൻ ഡിമിനിഷിംഗ് ഡെപ്ത് ഓഫ് വാട്ടർ ഓൺ അപ്രോച്ചിങ് സീ ഷോർ ബിക്കംസ് നിയർലി ഈക്വൽ ടു ഹൈറ്റ്. ഓക്കെ, അപ്പം ഷോറിന് അടുത്താവുമ്പോഴേക്കും എന്താണ്, ഡെപ്ത് ഓഫ് വാട്ടർ എപ്പോഴും കുറഞ്ഞല്ലേ വരുന്നത്. ആ ഉൾക്കടലിൽ നിന്ന് നമ്മുടെ ആ ഒരു ബീച്ച് അല്ലെങ്കിൽ ആ ഷോറിനടുത്ത് വരുമ്പോഴേക്കും എന്തായാലും ഡെപ്ത് ഓഫ് വാട്ടർ കുറവായിരിക്കും. അത് ആ ഡെപ്ത് ഓഫ് വാട്ടർ എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ വേവിന്റെ ഹൈറ്റിനോട് ഈക്വലായി മാറും. ഓക്കെ, ആ സമയത്ത് വേവ് ബ്രേക്ക് ആകുന്നത്. ഓക്കെ, പിന്നെ പറയുന്ന വേവ് ബ്രേക്ക് ആകുന്ന വേറെ പല റീസൺസ് പറയുന്നത് വെൻ റേഷ്യോ ഓഫ് ഡെപ്ത് ഓഫ് വാട്ടർ ടു വേവ് ഹൈറ്റ്, വാട്ടറിന്റെ ഡെപ്ത് ഡിവൈഡ് ബൈ ആ വേവിന്റെ ഹൈറ്റ്, ആ റേഷ്യോ 1.3യുടെയും 1.5 to 3 ആ വാല്യൂവിന്റെ ഇടയ്ക്കാണെങ്കിലും വേവ് ബ്രേക്ക് ആകും. അതുപോലെ തന്നെ ഈ വേവ് വരുന്ന അവിടുത്തെ ബോട്ടത്തിൽ എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾസ് ഉണ്ടെങ്കിൽ വേവ് ബ്രേക്ക് ആവും. പിന്നെ അതിന്റെ ഹൈറ്റ്, വേവിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് അതിന്റെ ലെന്തിന്റെ 1/7 ആ ഒരു വാല്യൂ ആകുമ്പോൾ വേവ് ബ്രേക്ക് ആവും. ഇതാണ് പല പല റീസൺസ് ഫോർ ബ്രേക്കിംഗ് ഓഫ് വേവ്സ്. ഓക്കെ, ഇനി അടുത്തത് ഷോർ പ്രൊട്ടക്ഷൻ വർക്ക്സ്. ഓക്കെ, നമ്മുടെ സീ ഷോറിനെ എങ്ങനെയൊക്കെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യം എന്താണെന്നൊക്കെ ഉള്ളത് നോക്കാം. ഓക്കെ, അപ്പം ഷോർ ലൈനിൽ കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഡ്യൂ ടു ദി എഫക്റ്റ് ഓഫ് ടൈഡ്, വേവ്സ്, ഇതിൻ്റെയൊക്കെ എഫക്റ്റ് ആണ് എപ്പോഴും ഷോർ ലൈനിൽ കണ്ടിന്യൂസ് ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ ഷോർ പ്രൊട്ടക്ഷൻ വർക്ക് കൊടുക്കണം. അതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ടു പ്രൊട്ടക്റ്റ് ആണ് എക്സ്പോസ്ഡ് ബീച്ച് ലൈൻ, ഭയങ്കരമായിട്ട് എക്സ്പോസ്ഡ് ആയിട്ടിരിക്കുന്ന ബീച്ചിനെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ. പിന്നെ ആർട്ടിഫിഷ്യൽ ബീച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ബീച്ചസ് കാണും, അതിനെ ക്രിയേറ്റ് ചെയ്യാനും പിന്നെ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യാനും, അധികം പ്രശ്നമൊന്നും ഇല്ലാതെ അതിനെ സ്റ്റെബിലൈസ് ചെയ്ത് വെക്കാൻ. പിന്നെ ഇറോഡിബിൾ ബീച്ച് എന്ന് വെച്ചാൽ ഒത്തിരി അങ്ങ് മണ്ണൊക്കെ ഇടിഞ്ഞങ്ങ് പോയ ബീച്ചൊക്കെ ഒന്നുകൂടെ അതിനെ പഴയ സ്ഥിതിയിലോട്ട് റീസ്റ്റോർ ചെയ്യാൻ. പിന്നെ എക്സിസ്റ്റിംഗ് ബീച്ച്, ഇപ്പോൾ ഉള്ള ബീച്ചിനെയൊക്കെ സ്റ്റെബിലൈസ് ചെയ്യാൻ, അതിനെ വേറെ അധികം എഫക്റ്റ് ഒന്നും വരാത്ത രീതിയിൽ അതിനെ സ്റ്റെബിലൈസ് ചെയ്ത് വെക്കാൻ. ഇതിനൊക്കെയാണ് നമ്മൾ ഷോർ പ്രൊട്ടക്ഷൻ വർക്ക് കൊടുക്കുന്നത്. ഓക്കെ, ഇനിയും അത് ഏതൊക്കെയാന്ന് നോക്കാം. ഓക്കെ, അപ്പം ഫസ്റ്റ് വൺ സീ വോൾസ് അല്ലെങ്കിൽ ബൾക്ക് ഹെഡ് ആൻഡ് റിവെറ്റ്മെന്റ്, ഈ മൂന്നെണ്ണം ഏതാന്ന് നോക്കാം. അപ്പം സീ വോൾ എന്ന് പറയുന്ന ആ ഫസ്റ്റ് ഫിഗർ കേട്ടോ, ഈ സാധനം. ഓക്കെ, അപ്പം സ്ട്രക്ചേഴ്സ് കണക്റ്റഡ് പാരലൽ ടു ഷോർ ലൈൻ ടു ഡെവലപ്പ് എ ഡിമാർക്കേറ്റിംഗ് ലൈൻ ബിറ്റ്വീൻ ലാൻഡ് ഏരിയ ആൻഡ് വാട്ടർ ഏരിയ. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ഇതിൽ വാട്ടർ ഏരിയ, ഇവിടെ ലാൻഡ് ഏരിയ, അപ്പം ഇത് രണ്ടിനെയും കൂടെ ഒക്കെ ഡിമാർക്കേറ്റ് ചെയ്യാന്ന് വെച്ചാൽ സെപ്പറേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി ഒരു നമ്മൾ സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യുക. അത് ഈ ഷോറിന് പാരലായിട്ട് തന്നെയായിരിക്കും കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ സീ വോൾസ് ആർ യൂസ്ഡ് വെയർ ലാൻഡ് ടു ബി പ്രൊട്ടക്റ്റഡ് ഈസ് എ ഡെവലപ്ഡ് വൺ ആൻഡ് വേവ് എഫക്ട്സ് ആർ സിവിയർ.
ഇപ്പം സീയിൽ നിന്നുള്ള വേവ്സ് ഭയങ്കരമായിട്ട് സിവിയർ ആണെങ്കിൽ, അതുപോലെ തന്നെ ഈ ലാൻഡ് എന്ന് പറയുന്നത് ഡെവലപ്ഡ് ലാൻഡ് ആണെങ്കിൽ അങ്ങനത്തെ കേസിലൊക്കെയാണ് നമ്മൾ സീ വോൾ കൊടുക്കുന്നത്. പിന്നെ ഈ കൊടുക്കുന്ന സീ വോൾ എന്ന് പറയുന്നത് മാസീവ് ആൻഡ് എക്സ്പെൻസീവ് ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ കല്ലൊക്കെ വെച്ചിട്ടായിരിക്കും മിക്കവാറും ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ കോൺക്രീറ്റിന്റെ വലിയ വോള് പോലെയൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. ഇനി അടുത്തത് ബൾക്ക് ഹെഡ്. ബൾക്ക് ഹെഡ് എന്നാണ് ഉദ്ദേശിക്കുന്ന ഈ സംഭവം. അപ്പം യൂസ്ഡ് ഇൻ ഏരിയാസ് വെയർ വേവ് ആക്ഷൻ ഇസ് ലെസ് സിവിയർ. നേരത്തെ പറഞ്ഞ അത്രയും സിവിയർ ആയിരിക്കില്ല, കുറച്ച് കുറവായിരിക്കും. പിന്നെ അത്ര എക്സ്പെൻസീവ് അല്ല സീ വോളിനെക്കാളും. ദേ ആർ കൺസ്ട്രക്റ്റഡ് അലോങ് ഷോർ ലൈൻ ടു പ്രിവെന്റ് എൻക്രോച്ച്മെന്റ് ഓഫ് ദി സീ ബൈ ഡയറക്റ്റ് വേവ് ആക്ഷൻ. ദേ പ്രൈമർലി സെർവ് എസ് എ റിട്ടൈനിങ് വോൾ. ഓക്കെ, ഇതും ഷോർ ലൈന് പാരലായിട്ട് തന്നെയായിരിക്കും കൊടുക്കുന്നത്. ആ ഒരു വിൻഡിന്റെയും വേവിന്റെ ആക്ഷൻ അധികം ഈ ഒരു ബാങ്ക് പോർഷനിലോട്ടൊന്നും വരാത്ത രീതിയിലായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇത് റീറ്റെയിനിങ് വോൾ പോലെയും ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു വോൾ പോലെ നമുക്ക് തോന്നുന്നുണ്ടല്ലോ. ഇനി അടുത്തത് റിവെറ്റ്മെന്റ്. ഇത് പ്രൊട്ടക്റ്റീവ് പേയ്മെന്റ് സപ്പോർട്ടഡ് ബൈ ആൻ എർത്ത് ബാങ്ക്. ഇറ്റ് പ്രൊട്ടക്ട്സ് ദി ലാൻഡ് ഫ്രം വേവ് ഇറോഷൻ. ഇറ്റ് മേ ബി കൺസ്ട്രക്റ്റഡ് ഓഫ് സ്റ്റോൺ ഓർ ബിറ്റുമിനസ് കോൺക്രീറ്റ് ഓർ സിമെന്റ് കോൺക്രീറ്റ്. ഓക്കെ, ഇതൊരു പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു പേയ്മെന്റ് പോലത്തെ സാധനമാണ്. അപ്പം എർത്ത് ബാങ്ക് വെച്ചിട്ടായിരിക്കും സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് വേവ് ഇറോഷൻസ് ഒക്കെ സൈഡിൽ ഉണ്ടാകാൻ ചാൻസ് ഇല്ലേ, അതിനെയൊക്കെ പ്രിവെന്റ് ചെയ്യുന്ന രീതിയിലാണ് ഇത് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ സ്റ്റോൺ വെച്ചിട്ടോ ബിറ്റുമിനസ് കോൺക്രീറ്റ് അല്ലെങ്കിൽ സിമെന്റ് കോൺക്രീറ്റ് വെച്ചിട്ടൊക്കെ നമുക്കിത് കൺസ്ട്രക്ട് ചെയ്യാം. ഈ ഫിഗറിൽ അത് സ്റ്റോൺ വെച്ചിട്ടുള്ള റിവെറ്റ്മെന്റ് ആണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് 3 ടൈപ്പ് ഓഫ് ഷോർ പ്രൊട്ടക്ഷൻ വർക്ക്സ് ആണ്. ഇനി അടുത്തത് നോക്കാം. ഓക്കെ, ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് നമ്മൾ പറഞ്ഞ സീ വോൾ ഇല്ലേ, അത് പല രീതിയിൽ നമ്മൾ കൊടുക്കാറുണ്ട്. അതാണ്. ഓക്കെ, ചിലപ്പോൾ കോൺക്രീറ്റ് വെച്ച് കൊടുക്കാറുണ്ട്, ഞാൻ പറഞ്ഞല്ലോ. ചിലപ്പോൾ വോള് പോലെ കൊടുക്കുന്നൊക്കെ. നമ്മൾ നേരത്തെ കണ്ട ഫിഗറിൽ കല്ല് ഇറക്കി വെച്ചിരിക്കുന്ന പോലെ ആയിരുന്നു. അല്ലെങ്കിൽ നമുക്ക് കോൺക്രീറ്റ് വെച്ചും ചെയ്യാം. ഓക്കെ, അതെങ്ങനെയാണെന്ന് നോക്കാം. പല ഷേപ്പിൽ ചെയ്യാം. എന്ന് വെച്ചാൽ ഇത് കണ്ടോ, കേർവ്ഡ് ആയിട്ടുള്ള കോൺക്രീറ്റ് സീ വോൾ കൊടുക്കും. പിന്നെ അതല്ല, ഇങ്ങനെ സ്റ്റെപ്ഡ് ആയിട്ട് തന്നെ കേർവ് ഷേപ്പ് ആയിരിക്കും, പക്ഷെ സ്റ്റെപ്ഡ് ആയിട്ട് കൊടുക്കും. അല്ലെങ്കിൽ ഇങ്ങനെ എന്ന് വെച്ചാൽ ഒരു മെഷ് ആണ്, വയർ മെഷിനുള്ളിൽ കല്ലിറക്കി വെച്ചിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കും. അതല്ലെങ്കിൽ ഇങ്ങനെ സാധാ നേരത്തെ കണ്ട ഫിഗറിൽ കണ്ട പോലെ റബിൾ മൗണ്ട്, സാധാ കല്ലിങ്ങനെ ഇറക്കി ഇങ്ങനെ വെച്ച് ഒരു ഹീപ്പ് പോലെ ആക്കിയിട്ട് സീ വോൾ പണിയാം. ഓക്കെ, സീ ലെവലിൽ നിന്ന് നല്ല ഹൈറ്റിലായിരിക്കും ഇങ്ങനെ കൊടുക്കുന്നത്. ഈ MHWS എന്ന് പറയുന്നത് ജസ്റ്റ് മീൻ ഹൈ വാട്ടർ സ്പ്രിങ്, ആ ഒരു മീൻ ആയിട്ടുള്ള ഹൈ വാട്ടർ ലെവൽ അത്രേ ഉള്ളൂ. ഹൈ വാട്ടർ ലെവൽ ഉണ്ടല്ലോ, സീയിൽ ഏറ്റവും വാട്ടർ ലെവൽ കൂടാനുള്ള ഒരു ലെവൽ ഉണ്ടല്ലോ, അതിൽ നിന്ന് ഇത്രയും പൊക്കിയിട്ട് വേണം ഈ സംഭവം കൺസ്ട്രക്ട് ചെയ്യാൻ. എന്നാലല്ലേ ഇത് വലിയൊരു വേവ് വന്നാൽ ഇങ്ങോട്ട് അടിക്കാത്ത രീതിയിൽ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സീ വോളിന്റെ പല പല ടൈപ്പ് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം. ഇനി അടുത്തത് പ്രൊട്ടക്റ്റീവ് ബീച്ചസ് ഓർ സ്പെൻഡിങ് ബീച്ചസ്. ഇതെന്താന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് ബീച്ചസ് ഓഫ് സ്യൂട്ടബിൾ ഡയമെൻഷൻ ക്യാൻ പ്രൂവ് ടു ബി എഫക്റ്റീവ് ടു ഗ്രാൻഡ് പ്രൊട്ടക്ഷൻ ടു ദി അഡ്ജസന്റ് അപ്ലാൻഡ് ഫ്രം ദി എഫക്ട് ഓഫ് വേവ്സ് ആൻഡ് ടൈഡ്. എന്ന് വെച്ചാൽ നമ്മുടെ എന്തെങ്കിലും ഒരു ലാൻഡ് ഏരിയ ഉണ്ട്, ചിലപ്പോൾ എന്തെങ്കിലും ഒരു പേയ്മെന്റ് ഏരിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ പേയ്മെന്റ് ഏരിയനെ തൊട്ടടുത്തുള്ള വേവ്സിൽ നിന്ന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി, പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ആ ഒരു പോർഷൻ തൊട്ട് താഴെയായിട്ട് എന്തെങ്കിലും ഒരു ബീച്ചോ വല്ലതും കാണുമായിരിക്കും. അങ്ങനെ കൺസ്ട്രക്ട് ചെയ്യും, ബീച്ച് പോലത്തെ. അപ്പോൾ എന്താ, കൂടുതലും ആ ഒരു ബീച്ചിന്റെ എഫക്റ്റ് അല്ലെങ്കിൽ സീ വേവ്സിന്റെ എഫക്റ്റ് ഒക്കെ ആ ഒരു ബീച്ച് പോർഷനിലായിരിക്കും. മറ്റേ ലാൻഡിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. അതിനാണ് പ്രൊട്ടക്റ്റീവ് ബീച്ചസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ സാൻഡ് ഡ്യൂൺസ് എന്ന് വെച്ചാൽ ഈ മണൽ കണ്ടിട്ടുണ്ടല്ലോ, മണൽ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്ന പോലെ, കൂന കൂട്ടിയിട്ടിരിക്കുന്ന പോലെ, അതാണ് സാൻഡ് ഡ്യൂൺസ്. ദേ ആർ ഫോർമേഷൻ along the coast. They prevent the movement of tides and waves into the area behind. അപ്പം അതും ഇതുപോലെ തന്നെ അലോങ് ദി കോസ്റ്റ് ആയിരിക്കും, സീഷോറിന് അലോങ് ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. ടൈഡ്സിൻ്റെയും വേവ്സിൻ്റെയും എഫക്റ്റിൽ നിന്ന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി തൊട്ട് ബാക്കിലുള്ള ഏരിയനെ. പിന്നെ വെജിറ്റേഷൻസ് വെച്ചിട്ടായിരിക്കും ആ സാൻഡ് ഡ്യൂൺസിനെ നമ്മൾ സ്റ്റെബിലൈസ് ചെയ്ത് വെക്കുന്നത്. പിന്നെ അണ്ടർ സിവിയർ വേവ് അറ്റാക്ക് ഡ്യൂൺ ഈസ് ഓവർ ടോപ്ഡ് ബൈ വേവ്സ്. ഭയങ്കരമായിട്ടാണ് അവിടെ വേവ് വരുന്നെങ്കിൽ എന്ത് പറ്റും, ഈ സാൻഡ് ഡ്യൂൺസിന് മേളിൽ കൂടെ ചിലപ്പം വേവ് പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം കുറച്ചും കൂടെ മണ്ണൊക്കെ അങ്ങ് സാൻഡ് ഡ്യൂൺസിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന മണ്ണൊക്കെ അങ്ങ് ഇടിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. അപ്പം അത്ര എഫക്റ്റീവ് അല്ല സാൻഡ് ഡ്യൂൺസ്, പക്ഷെ നമ്മൾ ഷോർ പ്രൊട്ടക്ഷൻ വർക്കായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അടുത്തത് ഗ്രയോൺസ്, പിന്നെ ഗ്യാബിയോൺസ്. ഓക്കെ, ഗ്രയോൺസ് എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഫിഗർ കണ്ടല്ലോ, എനിക്ക് തോന്നുന്നു നിങ്ങൾ WRലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, റിവർ ട്രെയിനിങ് വർക്ക്സിലാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം അത് റിവറിൽ കൊടുക്കുന്ന പോലെ തന്നെ നമ്മൾ ഓഷ്യനിൽ സീയിലൊക്കെ കൊടുക്കും. ഓക്കെ, അപ്പം ബിൽഡ് അറ്റ് റൈറ്റ് ആംഗിൾ ടു ദി ഷോർ. അപ്പം ഇതാണ് ഷോർ എങ്കിൽ അങ്ങനെ റൈറ്റ് ആംഗിളായിട്ട് നമ്മൾ ഈ ഗ്രയോൺസ് ബിൽഡ് ചെയ്യും. അത് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ലോങ് ഷോർ ഡ്രിഫ്റ്റിങ്ങിനെ, മണ്ണിടിഞ്ഞ് വെള്ളം ഇവിടെ വന്ന് ഇടിച്ചിട്ടേ ചിലപ്പോൾ ഇവിടുന്ന് മണ്ണൊക്കെ ഇടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം അതിൻ്റെ എഫക്റ്റ് ഈ ഒരു ബാങ്ക് പോർഷൻ, സീ ഷോർ പോർഷനിൽ അധികം
വേവിൻ്റെ എഫക്റ്റ് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പം ഇവിടം കൊണ്ട് വരുമ്പോഴേക്കും ആ ഒരു സ്പീഡും അതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി ഒക്കെ കുറയും. ഓക്കെ, അപ്പം ദീ സ്ട്രക്ചർ എന്തെടുക്കുന്നത്, ഇത് അബ്സോർബ് ചെയ്യും ആ ഒരു വേവിൻ്റെ എനർജീനെ. എന്നിട്ട് പിന്നെന്താ, ചിലപ്പം വരുന്നവർക്ക് ചിലപ്പോൾ ഇത് കുറേ മണ്ണൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ടായിരിക്കും. അതിനൊക്കെ വേണമെങ്കിൽ ഇതിൻ്റെ സൈഡിലൊക്കെ വന്നിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. ഓക്കെ, ഇനി ഗ്യാബിയോൺസ് എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ ഒരു ഫിഗർ കാണിച്ചപ്പോൾ പറഞ്ഞായിരുന്നു ഇങ്ങനെ വയർ മെഷിൻ്റെ കാര്യം. ഓക്കെ, അപ്പോൾ അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. വയർ മെഷിനുള്ളിൽ ഇങ്ങനെ ക്രഷ്ഡ് ആയിട്ടുള്ള റോക്സ് നമ്മൾ വെക്കും. എന്നിട്ട് ഇത് നമ്മൾ ആ സീഷോറിന് എലോങ് ആയിട്ട് ഇങ്ങനെ പൈൽ ചെയ്ത് വെക്കും. അപ്പം കോസ്റ്റൽ ഇറോഷനൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയും വേവ് എനർജി വീക്കൻ ചെയ്യാൻ വേണ്ടിയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് അത്ര അധികം നാളൊന്നും ഇരിക്കത്തില്ല ഈ ഒരു പ്രൊട്ടക്ഷൻ വർക്ക്. അപ്പം ഷോർട്ട് ടേം പ്രൊട്ടക്ഷനൊക്കെ ഇതുകൊണ്ട് സാധ്യമാകത്തുള്ളൂ. ഇപ്പം 5 to 10 years ഒക്കെ വലിയ കാര്യമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ വയർ മെഷ് ആയതുകൊണ്ട് തന്നെ സീ വാട്ടർ വന്ന് എപ്പോഴും ഇടിച്ചിടിച്ച് ഇത് കൊറോഡാകാൻ ചാൻസ് ഉണ്ട്. അപ്പം റെഗുലറായിട്ട് മെയിൻ്റെനൻസ് ചെയ്യേണ്ടി വരും. ഇനി ലാസ്റ്റ് പ്രൊട്ടക്ഷൻ വർക്ക് എന്താണെന്ന് വെച്ചാൽ ഓഫ് ഷോർ ബ്രേക്ക് വാട്ടർ എന്താ നമ്മളൊക്കെ നേരത്തെ കണ്ടായിരുന്നു. ഇത് റബിൾ മൗണ്ട് ടൈപ്പ് ആകാം. ഓക്കെ, അപ്പം നമ്മൾ സാധാരണ കൊടുക്കുന്നത് ഹാർബറിൻ്റെ എൻട്രൻസ് പോർഷനിലൊക്കെയാണ്. അപ്പം ഈ ലിറ്റോറൽ മൂവ്മെൻറ്റ് എന്ന് വെച്ചാൽ ഈ മണ്ണിനെ കൊണ്ടുവരുന്ന മൂവ്മെൻറ്റ്, അതിനെയൊക്കെ നമുക്ക് ഈ ഒരു ഓഫ് ഷോർ ബ്രേക്ക് വാട്ടർ വെച്ചിട്ട് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെന്താണ്, വേവ് ആക്ഷനിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ഏരിയ, ഇപ്പോൾ ഹാർബർ ഏരിയ ആണെങ്കിൽ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണം നമ്മൾ സാധാരണ ഈ ഒരു ബ്രേക്ക് വാട്ടർ യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു നാവിഗേഷൻ പർപ്പസിന് നമുക്ക് യൂസ് ചെയ്യാം. കാരണം ആ ഒരു ഏരിയയിലോട്ട്, ഇപ്പം ഹാർബർ ഏരിയയിലോട്ട് ഷിപ്പ് വന്നാൽ ആ ഷിപ്പ് പാർക്ക് ചെയ്തിരിക്കുക അല്ലെങ്കിൽ ബെർത്ത് ചെയ്തിരിക്കുമായിരിക്കും. അപ്പോൾ അവിടെ അധികം വേവ് എഫക്റ്റ് വരാതിരിക്കാനൊക്കെ ഈ ബ്രേക്ക് വാട്ടർ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പം ഈ പറഞ്ഞതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷോർ പ്രൊട്ടക്ഷൻ വർക്ക്സ്. ഓക്കെ, ഇനി അടുത്തത് ഫെസിലിറ്റീസ് അറ്റ് എ മേജർ പോർട്ട്. ഓക്കെ, ഇത് ആ പോർട്ട് എന്ന പോർഷൻ ഉണ്ടല്ലോ, അവിടെ ജസ്റ്റ് പറയേണ്ടതാണ്, നമ്മളിത് ഇപ്പോഴാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം മേജർ പോർട്ടിൽ കാണാറുള്ള പല ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പം നമ്മൾ പറഞ്ഞായിരുന്നു പോർട്ട് എന്ന് പറയുന്നത് ഹാർബർ ഏരിയ തന്നെ, പക്ഷേ പ്ലസ് കുറേ ഫെസിലിറ്റീസ് അവിടെ കാണും. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, പ്രൊട്ടക്ഷൻ ഫെസിലിറ്റി എന്ന് വെച്ചാൽ ആ ഒരു പർട്ടിക്കുലർ ഏരിയനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഒന്നെങ്കിൽ ബ്രേക്ക് വാട്ടർ അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടാണെങ്കിൽ നാച്ചുറൽ ലാൻഡ് മാസ് കാണും. അപ്പോൾ അതിനുള്ള ഫെസിലിറ്റി ഉണ്ടല്ലോ, എന്താണ് പ്രൊട്ടക്ഷൻ നടത്താനുള്ളത്. പിന്നെ ഡ്രെഡ്ജിങ് ഫെസിലിറ്റി എന്ന് വെച്ചാൽ ആ ഒരു പോർഷനിൽ ആ ഒരു സീയുടെ അടുത്ത്, ഷോറിനടുത്തുള്ള സീയുടെ ഡെപ്ത് കുറവാണെങ്കിൽ ഡെപ്ത് കൂട്ടാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം, എക്സ്കവേഷൻ ചെയ്യണം അല്ലേ. ആ വാട്ടർ സർഫസിന് ബിലോ ആയിട്ട് എക്സ്കവേറ്റ് ചെയ്യണം. അതിനു വേണ്ടി എന്താണ് വേണ്ടത്, മെഷീൻസ് വേണം. ഡ്രെഡ്ജർ എന്നാണ്, അല്ലെങ്കിൽ ഡ്രെഡ്ജ് എന്നാണ് ആ മെഷീനെ പറയുന്നത്. ആ സാധനങ്ങളൊക്കെ അതിനുള്ള ഫെസിലിറ്റീസ് അവിടെ കാണും പോർട്ടിൽ. പിന്നെ എൻട്രൻസ് ഫെസിലിറ്റി എന്ന് വെച്ചാൽ ആ ഹാർബറിലോട്ട് കയറുന്ന അവിടെ ഇനഫ് വിഡ്ത്ത് ആൻഡ് ഡെപ്ത് കാണും. പിന്നെ ഗൈഡിങ് ഫെസിലിറ്റീസ് എന്ന് വെച്ചാൽ ദൂരേന്ന് വരുന്ന ഒരു ഷിപ്പിന് ഇവിടെ ഒരു ഹാർബർ ഉണ്ട് അല്ലെങ്കിൽ ഇവിടാണ് ഹാർബർ എന്ന് കാണാൻ വേണ്ടിയൊക്കെയുള്ള സിഗ്നൽസ്, ലൈറ്റ് ഹൗസ്, റൊട്ടേറ്റിംഗ് ലൈറ്റ് ഒക്കെ കാണും. ഓക്കെ, പിന്നെ ലോക്കിംഗ് ഫെസിലിറ്റി. അപ്പം അവിടുത്തെ ടൈഡ്സിൻ്റെ ഒക്കെ റേഞ്ച് ഹൈ ആണെങ്കിൽ, ഭയങ്കരമായിട്ടൊക്കെ വേവ് ഒക്കെ ഉള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ അവിടെ അധികം വേവിൻ്റെ എഫക്റ്റ് ആ ഒരു പോർഷനോട് വരാൻ വലിയൊരു ലോക്ക് പോലത്തെ സാധനമുണ്ട്. ആ ഒരു ഫെസിലിറ്റി ഉള്ളതായിരിക്കും പോർട്ട് എന്ന് പറയുന്നത്. പിന്നെ ടേണിംഗ് ഫെസിലിറ്റീസ് എന്ന് വെച്ചാൽ നമ്മുടെ ബേസിനുള്ളിൽ കയറിയ ഷിപ്പിന് ഫ്രീ ആയിട്ട് ടേൺ ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്പൺ സ്പേസ് ആ ഒരു പോർട്ടിൽ കാണണം. ഓക്കെ, അതുണ്ടായിരിക്കും. പിന്നെ ഡോക്കിംഗ് ഫെസിലിറ്റീസ് എന്ന് വെച്ചാൽ പ്ലാറ്റ്ഫോം, ഇങ്ങനെ ആ ഒരു വാവ്സ് കോയസ് ഒക്കെ പറഞ്ഞായിരുന്നല്ലോ, പ്ലാറ്റ്ഫോം പോലെ അതിനടുത്തായിരിക്കും നമ്മുടെ ഈ ഷിപ്പൊക്കെ വന്ന് ബെർത്ത് ചെയ്യുന്നത്. അങ്ങനത്തെ ഫെസിലിറ്റീസ് കാണും. പിന്നെ ലോഡിങ് ആൻഡ് അൺലോഡിങ് ഫെസിലിറ്റീസ്, ഇറക്കാനും കയറ്റി വെക്കാനും. അപ്പം എന്ന് വെച്ചാൽ എപ്പോഴും വലിയ സാധനങ്ങളായിരിക്കും, ഗുഡ്സ് ആയിരിക്കും. അപ്പം നമുക്ക് ചുമ്മാ മനുഷ്യരെ കൊണ്ട് പൊക്കിയെടുത്ത് വെക്കാൻ പറ്റത്തില്ലായിരിക്കും. അപ്പോൾ അവിടെ ക്രെയിൻസ് വേണ്ടി വരും. അപ്പം 50 ടൺസോളം വെയിറ്റ് വരുന്ന സാധനങ്ങളെയൊക്കെ എടുത്ത് മാറ്റാനൊക്കെ ഉള്ള പറ്റുന്ന ടൈപ്പ് ക്രെയിൻസ് ആ ഒരു പോർട്ടിൽ കാണും. അടുത്തത് സ്റ്റോറേജ് ഫെസിലിറ്റീസ് കാണും പോർട്ടിൽ. എന്താന്ന് വെച്ചാൽ നമ്മൾ മിക്കവാറും ഈ ഗുഡ്സ് എന്ന് പറയുന്നത്, വരുന്ന ഗുഡ്സിനൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ടായിരിക്കും വിടുന്നത്. അപ്പം ചെക്കിങ് ചെയ്യുന്ന പറയുന്നത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യണമെങ്കിൽ കുറച്ച് ആ എല്ലാ ഗുഡ്സും ചിലപ്പം കുറച്ച് നേരം ഇവിടെ സ്റ്റോർ ചെയ്യേണ്ടി വരും, ടെമ്പററി സ്റ്റോറേജ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനുള്ള സ്പേസ് കാണും. അപ്പോൾ 2 to 3 days സ്റ്റോർ ചെയ്യാൻ മതിയെങ്കിൽ നമുക്കതിന് ട്രാൻസിറ്റ് ഷെഡ് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്, അവിടെ കൊണ്ടായിരിക്കും വെക്കുന്നത്. അതല്ല കുറച്ച് അധികം ദിവസം നിൽക്കുന്നതാണെങ്കിൽ വെയർ ഹൗസിൽ കൊണ്ടായിരിക്കും ഗുഡ്സ് വെക്കുന്നത്. ഓക്കെ, പിന്നെ റിപ്പയറിംഗ് ഫെസിലിറ്റീസ് കാണും. എന്ന് വെച്ചാൽ ഫിക്സ്ഡ് ആയിട്ടുള്ള റിപ്പയറിംഗ് ഉണ്ട്, മൂവബിൾ റിപ്പയറിംഗ് ഫെസിലിറ്റി ഉണ്ട്. ഫിക്സ്ഡ് ആണെങ്കിൽ അതിനെ ഡ്രൈ ഡോക്ക് അല്ലെങ്കിൽ ലിഫ്റ്റ് ഡോക്ക് എന്നൊക്കെ പറയാം. അവിടെ എന്താ പറ്റുന്നത് വെച്ചാൽ ഷിപ്പിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് റിപ്പയർ വർക്കിന് അവിടെ കൊണ്ടുവച്ചാൽ അവിടെ ഫെസിലിറ്റീസും ആൾക്കാരെ കാണും അത് റെഡിയാക്കാനൊക്കെ. ഇനി അതല്ല, ഇപ്പം മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഷിപ്പ്
ഇടയ്ക്ക് ഈ ഹാർബറിൽ എത്തുന്നതിന് മുന്നേ കേടായെങ്കിൽ അത് റെഡിയാക്കണമെങ്കിൽ ഇങ്ങ് വരാൻ അതിന് തന്നെ വരുത്താൻ പറ്റത്തില്ലായിരിക്കും. അപ്പോൾ എന്താണ് ഈ റിപ്പയറിംഗ് ഫെസിലിറ്റീസ് അവിടെ ചെല്ലും. ഓക്കെ, അതിനാണ് ഫ്ലോട്ടിംഗ് ടൈപ്പ് ഓഫ് ഡോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഡോക്ക് എന്ന റീജിയൻ നമ്മൾ മെയിൻലി ഈ റിപ്പയറിംഗ് വർക്ക്സ് ഒക്കെയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ അതിനെയാണ് ഫ്ലോട്ടിംഗ് ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ആക്സിഡൻറ്റോ അല്ലെങ്കിൽ നടന്നിട്ടുണ്ടെങ്കിൽ അത് അവിടെ ചെന്ന് ആ ഷിപ്പ് റെഡി ആക്കിയിട്ടായിരിക്കും കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പം ഇതെന്ന് പറയുന്നത് ഒരു പവർ റൺ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഡോക്കാണ്. ഓക്കെ, പിന്നെ അടുത്തത് അഡ്മിനിസ്ട്രേറ്റീവ് ഫെസിലിറ്റീസ്. അഡ്മിനിസ്ട്രേറ്റീവ് ഫെസിലിറ്റി എന്ന് പറയുമ്പം ബുക്കിംഗ് ഹൗസ്, കസ്റ്റം ഹൗസ്, പവർ ഹൗസ്, പോസ്റ്റ് ഓഫീസ്, ബാങ്ക്, ടെലിഫോൺ സർവീസ് ഇതെല്ലാം കാണും. പിന്നെ ഓഫ് ഷോർ ടെർമിനൽ ഫെസിലിറ്റീസ് എന്ന് വെച്ചാൽ ലാർജ് സൈസ് ഷിപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പം ഹാർബറിനുള്ളിൽ കയറാൻ പറ്റത്തില്ല, കുറച്ച് നേരം വെയിറ്റ് ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് വെയിറ്റ് ചെയ്യാൻ, അതിന് മൂറിങ് എന്ന് വെച്ചാൽ ഹാർബറിന് പുറത്ത് തന്നെ ബെർത്ത് ചെയ്യാൻ, ആങ്കറൊക്കെ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് കാണും. ഓഫ് ഷോർ ആയിട്ട് തന്നെ ടെർമിനൽ ഫെസിലിറ്റീസ് കാണും. ചിലപ്പോൾ ഇൻ കേസ് അതിനകത്ത് കയറത്തില്ലായിരിക്കും. അപ്പം അവിടെ വെച്ച് തന്നെ ആ പുറത്ത് വെച്ച് തന്നെ ചിലപ്പോൾ അൺലോഡിങ്ങും ലോഡിങ് ഒക്കെ നടത്തും. അപ്പം അതിന് വേണ്ടി ചിലപ്പോൾ സബ്മറൈൻസ് ഒക്കെ അവിടെ ചെന്നിട്ട് അതിനകത്തോട്ടൊക്കെ ആയിരിക്കും സാധനങ്ങൾക്ക് ഇറക്കി വെക്കുന്നത്. ഓക്കെ, പിന്നെ ക്വാറന്റൈൻ ഇൻസ്പെക്ഷൻ ഫെസിലിറ്റീസ്. അതെന്ന് വെച്ചാൽ എന്താ, അബ്രോഡിൽ നിന്ന് വരുന്ന പാസഞ്ചറിന് നമ്മൾ മെഡിക്കൽ ചെക്ക് ചെയ്തിട്ടായിരിക്കും ഹാർബറിൻ്റെ അവിടുന്ന് അകത്തോട്ട് കയറ്റുന്നത്. ഓക്കെ, അപ്പോൾ മെഡിക്കൽ ചെക്കപ്പ് എന്ന് പറയുമ്പോൾ എന്താ നമുക്കറിയാം, ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസ് അല്ലെങ്കിൽ എപ്പിഡമിക് ഡിസീസസ് ഉണ്ടോ, അത് എല്ലാം കറക്റ്റാണ്, വലിയ പ്രശ്നമൊന്നും ഇല്ലാത്തതാണെങ്കിൽ അവർക്ക് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുക. അത് കിട്ടിയാൽ മാത്രമേ അവർക്ക് ആ ഒരു ഹാർബറിൽ നിന്നകത്ത് ആ ഒരു കൺട്രിയിലോട്ട് വരാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ പറഞ്ഞതൊക്കെയാണ് ഫെസിലിറ്റീസ് അറ്റ് മേജർ പോർട്ട്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. എല്ലാം ആ പേരൊക്കെ ഒന്ന് നോട്ട് ചെയ്താൽ മതി, നമുക്ക് എഴുതാനേ ഉള്ളൂ. കാര്യം 2-3 വർഷം വായിച്ചു കഴിഞ്ഞാൽ എഴുതാനേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ബ്രേക്ക് വാട്ടർ ഒക്കെ പറഞ്ഞായിരുന്നു. അത് പല ടൈപ്സും പറഞ്ഞു. മറ്റേ ഹീപ്പ്, മൗണ്ട് ടൈപ്പ്, സൂപ്പർ സ്ട്രക്ചർ ഉള്ളത്, അങ്ങനെ പിന്നെ അപ്രൈറ്റ്, അതൊക്കെ പറഞ്ഞു. അതിലെ ഈ മൗണ്ട് അല്ലെങ്കിൽ ഹീപ്പ് ബ്രേക്ക് വാട്ടർ ഒക്കെ പറഞ്ഞല്ലോ, അതിൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, മെയിൻലി 3 രീതിയിൽ ചെയ്യാം, അത് ഓരോന്നും നോക്കാം. അപ്പം ഫസ്റ്റ് വൺ ബാർജ് മെത്തേഡ്. ബാർജ് മെത്തേഡ് എന്ന് വെച്ചാൽ സ്പെഷ്യൽ ബാർജസ്, ഇങ്ങനെ ഈ സാധനമാണ് ബാർജ് എന്ന് പറയുന്നത്. അതിന് ഫ്ലാറ്റ് ബോട്ടം ആയിരിക്കും, പിന്നെ ഒരു ഹൂപ്പർ കാണും വിത്ത് വെർട്ടിക്കൽ സൈഡ്, താഴെയായിട്ട് ഒരു ഡോർ കാണും, ഇങ്ങനെ ഔട്ട്വേർഡ് ആയിട്ട് ഓപ്പൺ ചെയ്യുന്ന ഡോർ. ഓക്കെ, അപ്പം ഹൂപ്പറിൽ എന്തെടുക്കും നമ്മൾ, ഈ റബിൾ എന്ന് വെച്ചാൽ ആ കല്ല് കൊണ്ട് നമ്മൾ ലോഡ് ചെയ്യും. ബാർജ് എവിടെയാണോ നമുക്ക് ബ്രേക്ക് വാട്ടർ പണിയേണ്ടത് അത് അവിടെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കും കറക്റ്റ് പൊസിഷനിൽ. എന്നിട്ട് എന്തെടുക്കും, ഹൂപ്പറിന്റെ ഡോർ തുറക്കുമ്പോഴേക്കും എന്താ, ആ അതിലുള്ള കല്ലെല്ലാം കൂടെ താഴോട്ട് വീഴുമല്ലോ. അങ്ങനെ എത്ര ഹൈറ്റിൽ വേണം എന്നുള്ളത് ഈ റബിൾ ഇതിനകത്ത് ഫില്ല് ചെയ്താണ് നമ്മൾ സീയുടെ അടിയിലോട്ട് നമ്മൾ ബ്രേക്ക് വാട്ടർ ഇട്ടിട്ടാണ് അത് നമ്മൾ സീ ലെവലിന് മുകളിൽ വരെയൊക്കെ ആയിരിക്കും മിക്കവാറും നമ്മൾ ചെയ്യുന്നത്, ആ ലെവലിൽ എത്തിക്കുന്നത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ലെയേഴ്സൊക്കെ ഒന്ന് ട്രിമ്മൊക്കെ ചെയ്യണമെങ്കിൽ, റെക്ടിഫൈ ചെയ്യണമെങ്കിൽ ഡൈവേഴ്സ്, ഈ ഇതിനകത്തോട്ട് പോകുന്ന വെള്ളത്തിനകത്ത് പോയി കറക്ഷൻ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ചെന്നിട്ടാണ് ഇതിൻ്റെ സൈഡൊക്കെ റെഡിയാക്കുന്നത്. ഓക്കെ, ഇതൊരു മെത്തേഡ്, ബാർജ് മെത്തേഡ്. ഈ ഒരു ഇക്വിപ്മെൻറ്റ് വേണം, എന്നാലേ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി സ്റ്റേജിങ് മെത്തേഡ് എന്ന് വെച്ചാൽ സീരീസ് ഓഫ് പൈൽസ് ആർ ഡ്രിവൻ അറ്റ് റെഗുലർ ഇൻ്റർവൽ. ഓക്കെ, അപ്പം ബ്രേക്ക് വാട്ടർ ആണല്ലോ പണിയാൻ പോകുന്നത്. അപ്പം അതിന് നമ്മൾ പൈൽസ് നമ്മൾ റെഗുലർ ഇൻ്റർവെല്ലിൽ ഡ്രിവൻ ചെയ്ത് വെക്കും. ഓക്കെ, എന്നിട്ട് അതിനെ കണക്ട് ചെയ്യിക്കും. അപ്പുറം ഇപ്പുറം ഉള്ള അതിനെ ലോഞ്ചിറ്റ്യൂണിൽ റണ്ണേഴ്സ്, ബ്രേസസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ കണക്ട് ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ടോപ്പ് പോർഷനിലായിട്ട് ഒരു ട്രാക്ക് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യും. എന്ന് വെച്ചാൽ ഈ താഴോട്ടുള്ളത് കണ്ടോ, ഇതാണ് പോസ്റ്റ് അല്ലെങ്കിൽ ഹെവി ടിമ്പർ പൈലായിരിക്കും. അങ്ങനെ ഇവിടെയും കാണും ഒരെണ്ണം. അങ്ങനെ അതിനെല്ലാം കൂടെ കണക്ട് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ ബ്രേസസ് ഒക്കെ കാണും. എന്നിട്ട് ടോപ്പ് പോർഷനിൽ ഇങ്ങനെ കണക്ഷൻ എല്ലാം കൊടുത്ത് അതിൻ്റെ മേലിൽ ഒരു റെയിൽ ട്രാക്ക് പോലെ, ട്രെയിൻ പോകുന്ന ടൈപ്പ് അല്ല, റെയിൽ ട്രാക്ക് എന്നാ പറയുന്നത് വെച്ചാൽ ഈ കല്ലും കൊണ്ട് വരുന്ന വണ്ടി ഉരുട്ടിക്കൊണ്ട് വരുന്നതായിരിക്കും. അപ്പോൾ അത് ഇതിൽ കൂടെ വരാൻ പറ്റുന്ന രീതിയിൽ റെയിൽ ട്രാക്ക് കൊടുക്കും. ഓക്കെ, എന്നിട്ട് എന്തെടുക്കും, ആ ട്രാക്ക് എന്ന് പറയുന്നത് നമ്മുടെ സീ ലെവലിന് മേളിലായിട്ടായിരിക്കും. ഓക്കെ, എന്നിട്ട് പിന്നെ ആ ട്രാക്കിൽ കൂടെ ഈ വാഗൺ, ചെറിയ വണ്ടിയിൽ മെറ്റീരിയൽ കൊണ്ടുവന്നിട്ട് ആ ഇതിനെ സ്റ്റേജിങ്, ഈ പറയുന്ന സ്റ്റേജിങ് എന്ന് പറയാം, അതിൻ്റെ എൻഡിൽ വന്നിട്ട് അത് വെള്ളത്തിനകത്ത് ഇടും. ഓക്കെ, സൈഡിലോട്ടും എൻഡ് പോർഷനിൽ നിന്നൊക്കെ ഇട്ടിട്ട് എന്താണ് താഴെ വന്ന് ഈ കല്ല് വന്ന് കിടക്കും. എന്നിട്ട് അത് ഇട്ടിട്ട് പർട്ടിക്കുലർ ഡെപ്ത് എത്തിക്കഴിയുമ്പോൾ നമ്മൾ ഓക്കെ ഇത്രയും മതി എന്നുള്ളെങ്കിൽ പിന്നെ അടുത്ത സ്ഥലത്ത് പോകും. ആ സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ പൈലെല്ലാം റെഡിയാക്കും, ഡ്രിവൻ ചെയ്യും. എന്നിട്ട് അവിടെ സെയിം റെയിൽ ട്രാക്ക് ഉണ്ടാക്കിയിട്ട് അപ്പുറം ഇപ്പുറവും നമ്മൾ കല്ലിടും. അങ്ങനെ ഇട്ടിട്ട് വെള്ളത്തിനടിയിൽ നിന്ന് നമ്മുടെ ഹൈറ്റ് പറയുമല്ലോ, ഹൈറ്റ് വരെ ചെയ്യാം. അതിനെയാണ് സ്റ്റേജിങ് മെത്തേഡ്. ഓരോ സ്റ്റേജ് ആയിട്ട് ചെയ്ത് പോകുന്നത്. മറ്റേത് ബാർജ് മെത്തേഡ്, ആ ബാർജിൽ കൂടെ റബിൾസ് താഴോട്ട് എത്തിക്കുമായിരുന്നു.
ഓക്കെ, ഇതിൽ ആ ഒരു റെയിൽ ട്രാക്ക് ഉണ്ടാക്കും. അതിൽ വാഗൺ കൊണ്ടുവന്നിട്ട് വാഗനിൽ കല്ല് നിറച്ചിട്ടുണ്ടായിരിക്കും. വാഗൺ വന്ന് എവിടെ നിന്ന് തൊട്ടാണോ വേണ്ടത് അവിടെ അപ്പുറം ഇപ്പുറമായിട്ട് കല്ലിട്ട് പോകും. ഇനി അടുത്തത് ലോ ലെവൽ മെത്തേഡ് എന്ന് വെച്ചാൽ ഇവിടെ ഈ ഷോറിൽ നിന്നൊരു പർട്ടിക്കുലർ ലെന്ത് വരെ നമുക്ക് ഈ ഒരു മൗണ്ട് അല്ലെങ്കിൽ ഹീപ്പ് ഓഫ് ബ്രേക്ക് വാട്ടർ വേണമെങ്കിൽ അവിടെ നമ്മൾ എന്തെടുക്കുന്നത് വെച്ചാൽ ആ സീ ഷോറിൽ നിന്ന് തന്നെ ഒരു റെയിൽ ട്രാക്ക് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യും. എന്നിട്ട് ആ റെയിൽ ട്രാക്കിൽ കൂടെ ഈ വാഗൻസ് കല്ലൊക്കെ ഉള്ള വാഗൻസ് ആ കല്ലുമായിട്ട് ആ റെയിൽ ട്രാക്കിൽ കൂടെ നമുക്ക് ഏത് ലെന്ത് വരെ നമ്മുടെ ബ്രേക്ക് വാട്ടർ വേണം അവിടം വരെ നമ്മൾ ഈ റെയിൽ ട്രാക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. അവിടെ തൊട്ട് പിന്നെ കല്ല് അപ്പുറം ഇപ്പുറം ഇട്ടിട്ട് വരും. ഇവിടെ നമ്മൾ അല്ലാതെ ഇങ്ങനെ പൈൽസ് ഒന്നും ഡ്രിവൻ ചെയ്തൊന്നുമല്ല, ഡയറക്റ്റ് ആയിട്ട് സീഷോറിൽ നിന്ന് തന്നെ ആ ഒരു പർട്ടിക്കുലർ ലെന്തിൽ നമ്മൾ റെയിൽ ട്രാക്ക് കൊടുത്തിട്ട് വാഗൻസ് ത്രൂ മറ്റേ കല്ല് വെള്ളത്തിലോട്ട് ഇട്ടിട്ടാണ് ആ പർട്ടിക്കുലർ ഡെപ്ത് എത്തിക്കുന്നത്. അടുത്തത് ലോഡിങ് ആൻഡ് അൺലോഡിങ് ഫെസിലിറ്റീസ്. ഓക്കെ, നമ്മൾ ഫീച്ചേഴ്സ് ഓഫ് ഹാർബർ പറഞ്ഞപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഒന്നും കൂടെ നോക്കാം. ഒന്ന് വാർഫ്സ് എന്ന് വെച്ചാൽ ലാൻഡിങ് പ്ലേസസ് ഓർ പ്ലാറ്റ്ഫോം ഇൻ ദി ഫോം ഓഫ് വോൾസ് ബിൽഡ് നിയർ ഷോർ ഫോർ വെസൽസ് ടു ബെർത്ത്. അപ്പോൾ ഈ ഫിഗർ കണ്ടല്ലോ, ഈ ഷിപ്പ് വരുന്നതിനൊക്കെ ഒന്ന് ബെർത്ത് ചെയ്യാൻ വേണ്ടി ഷോറിനടുത്ത് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന പ്ലാറ്റ്ഫോമിനെയാണ് നമ്മൾ വാവ്സ് എന്ന് പറയുന്നത്. ഇത് ഒന്നെങ്കിൽ നമുക്ക് ഷോറിന് പാരലായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഷോറിൽ നിന്ന് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിൽ റൈറ്റ് ആംഗിളിൽ അല്ലെങ്കിൽ ഒരു ആംഗിളിൽ പ്രൊജക്റ്റ് ചെയ്യുന്ന ഒബ്ലിഗായിട്ടൊക്കെ നമുക്ക് വാവ്സ് കൊടുക്കാം. ഓക്കെ, പിന്നെ ഇത് അഡോപ്റ്റ് ചെയ്യുന്നത് സഫിഷ്യൻറ്റ് ഡെപ്ത് ഓഫ് വാട്ടർ ഉള്ള സ്ഥലത്ത് മാത്രമേ നമുക്ക് ഇത് അഡോപ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ 10 to 12 മീറ്റർ എങ്കിലും വേണം, കാരണം ഷിപ്പ് അവിടെ എത്തുമ്പോൾ ഷിപ്പിൻ്റെ അത്രയും താങ്ങാൻ പറ്റുന്ന ഡെപ്ത് ഓഫ് വാട്ടർ വേണമല്ലോ. ഓക്കെ, പിന്നെ ലെങ്ത് ഓഫ് വാർഫ് ആൻഡ് വാട്ടർ ഡെപ്ത് റിക്വേർഡ് ഡിപ്പെൻഡ്സ് ഓൺ ലാർജസ്റ്റ് വെസൽ യൂസിങ് ദി ഹാർബർ. ഓക്കെ, അപ്പം എന്തുമാത്രം ലെന്തിൽ വാർഫ്സ് കൊടുക്കണം എന്നുള്ളതും വാട്ടറിൻ്റെ ഡെപ്തും ഡിപ്പെൻഡ് ചെയ്യുന്നത് അവിടെ വരാൻ ചാൻസുള്ള ഏറ്റവും വലിയ ഷിപ്പിനെ അനുസരിച്ചിരിക്കും. പിന്നെ ലെവൽ ഓഫ് വാർഫ് എന്ന് പറയുന്നത് അവിടുത്തെ ഹൈ വാട്ടർ ലെവൽ ഉണ്ടല്ലോ അതിന് മേളിലായിരിക്കണം. പിന്നെ വാർഫ് പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് ഒന്ന് ഷിപ്പിനെ ബെർത്ത് ചെയ്യാൻ, പിന്നെ കാർഗോസ് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ, പിന്നെ റെയിൽ ആൻഡ് ട്രക്ക് ട്രാൻസ്പോർട്ടേഷൻ എന്ന് വെച്ചാൽ ഇവിടുന്ന് കൊണ്ടുവരുന്ന കാർഗോസിനെ ഡയറക്റ്റ് റെയിൽവേസ് ത്രൂവോ അല്ലെങ്കിൽ ട്രക്കിൽ കൂടെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം വാർഫ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഒന്നെങ്കിൽ നമുക്ക് പാരലായിട്ട് കൊടുക്കാം വാവ്സ്, അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ട് കൊടുക്കാം. ഇതിലെ പാരൽ ടു ദി ഷോർ ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്ന വാവ്സിനെ നമുക്ക് ക്വേസ് എന്ന് പറയാം. ക്വേസിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള പ്രൊട്ടക്ഷൻ വോളിനെ ക്വേ വോൾ എന്ന് പറയാം. ഓക്കെ, അപ്പം ഇത് കണ്ടല്ലോ, സീ ഷോറിന് പാരലായിട്ടായിരിക്കും ഈ ഒരു വാവ്സ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ സൈഡിലായിരിക്കും നമ്മുടെ ഷിപ്പൊക്കെ വന്ന് പാർക്ക് ചെയ്യുന്നതും സാധനം ഇറക്കുന്നതൊക്കെ. അപ്പോൾ ഇതാണ് ക്വേസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് പിയേഴ്സ്. അപ്പോൾ നേരത്തെ പറഞ്ഞ ആ വാവ്സ് സീഷോറിന് പെർപെൻഡിക്കുലർ ആയിട്ട് അല്ലെങ്കിൽ ഒബ്ലിക് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ പിയർ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിഗറിൽ കാണാവേ, ഇത് സീഷോർ ആണെങ്കിൽ ഇവിടുന്ന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന എവിടെയാണെന്ന് വെച്ചാൽ സീയുടെ ഡെപ്ത് അധികം ഇല്ലാത്തടത്ത്, എന്ന് വെച്ചാൽ സീഷോറിൽ അടുത്ത് എത്തുമ്പോഴേക്കും ഡെപ്ത് ഓഫ് വാട്ടർ കുറവാണെങ്കിൽ അവിടെ ആ ഒരു നമ്മൾ ഷിപ്പിനൊന്നും വന്ന് അടുക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനത്തെ കേസിൽ സീഷോറിന് അടുത്ത് വരണ്ടാത്ത കേസിൽ നമ്മൾ ഇച്ചിരി ഹൈ ലെന്ത് കൂട്ടിയിട്ട് നമ്മൾ പ്രൊജക്റ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു വാവ്സ് കൺസ്ട്രക്ട് ചെയ്യും. അപ്പം അതിൻ്റെ അപ്പുറം ഇപ്പുറമായിട്ടൊക്കെ വന്നിട്ട് ഷിപ്പിന് ബെർത്ത് ചെയ്താൽ മതിയല്ലോ. ഓക്കെ, പിന്നെ പൈൽസ്, കോളംസ്, ബ്രേസസ് ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പിയർ കൺസ്ട്രക്ട് ചെയ്യുന്നത്. പിന്നെ പറയുന്നത് അതിൻ്റെ ലെന്ത് എന്ന് പറയുന്നത് ഒരു വലിയൊരു ഏറ്റവും ലോങ്ങസ്റ്റ് ഷിപ്പ് വന്നാൽ അതിനെ അക്കോമഡേറ്റ് ചെയ്യുന്ന രീതിയിലാണ് പിയറിൻ്റെ ലെന്ത് വരുന്നത്. ഓക്കെ, പിന്നെ സഫീഷ്യൻ്റ് ആയിട്ട് വിഡ്ത്ത് വേണം, കാർഗോസിനെ അൺലോഡ് ചെയ്യാനും അധികം ഡിലേ ഇല്ലാതെ അൺലോഡ് ചെയ്യാനുള്ള പ്രൊവിഷനുള്ള വിഡ്ത്ത് വേണം. പിന്നെ പിയേഴ്സിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് നമ്മൾ സോളിഡ് ആയിട്ടുള്ളതായിരിക്കും, എന്ന് വെച്ചാൽ റാഫ്റ്റ് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ സ്റ്റെപ്ഡ് അല്ലെങ്കിൽ പൈൽ ഫൗണ്ടേഷൻ ആയിരിക്കും. പിന്നെ പറയുന്നത് അതിലൊരു സൂപ്പർ സ്ട്രക്ചർ എന്ന പോർഷൻ ഉണ്ട്. അതെന്ന് വെച്ചാൽ സപ്പോർട്ടിങ് പാർട്ട് ബിറ്റ്വീൻ സീ ബെഡ് ആൻഡ് ബോട്ടം ഓഫ് ദി ഫ്ലോർ. ആ ഒരു പർട്ടിക്കുലർ പിയറിൻ്റെ ബോട്ടം പോർഷൻ ഉണ്ട്, പിന്നെ താഴത്തെ സീ ബെഡ് ഉണ്ടല്ലോ, അതിന് രണ്ടിൻ്റെ ഇടയ്ക്കുള്ള സപ്പോർട്ടിങ് പാർട്ടിനെയാണ് സബ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു പോർഷൻ കാണും. പിന്നെ ഈ സബ് സ്ട്രക്ചർ എന്ന് പറയുന്നതും ഫുള്ളി ഫ്രെയിംഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സോളിഡ് സ്ട്രക്ചർ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് ട്രസ്റ്റൽസ് എന്ന് വെച്ചാൽ ആ പിയർ തന്നെ ലൈറ്റർ പിയേഴ്സ് ആണ്. ഓക്കെ, ഇത് ഈ കണ്ടല്ലോ ഫിഗേഴ്സ്, ഇങ്ങനത്തെ സംഭവമാണ്. ഇത് ഡിസൈൻ ടു വിസ്റ്റാൻഡ് വെർട്ടിക്കൽ ലോഡ് ആസ് ദി പ്രിൻസിപ്പൽ ഫോഴ്സസ്. അവിടെ വെർട്ടിക്കൽ ആയിട്ടുള്ള ലോഡിനെയൊക്കെ ഒന്ന് വിസ്റ്റാൻഡ് ചെയ്യുക, അത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു ഉദ്ദേശം. എന്ന് വെച്ചാൽ ഈ വാട്ടർ കറണ്ട് ഒക്കെ ഇല്ല, അതിനെ ഒന്ന് റെസിസ്റ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അല്ലാതെ നമുക്ക് ഷിപ്പിനെയൊക്കെ കൊണ്ടുവന്ന് ബെർത്ത് ചെയ്യാൻ, ഷിപ്പിൻ്റെ ആ ഒരു ഫോഴ്സിനെയൊക്കെ താങ്ങാനുള്ള ഒരു കപ്പാസിറ്റി ഈ ഒരു ലൈറ്റർ പിയറിന് കാണത്തില്ല.
ഓക്കെ, ഇതാണ് ട്രസ്റ്റൽസ്. ഇനി അടുത്തത് പിയർ ഹെഡ്. ഇത് നമ്മൾ പറഞ്ഞായിരുന്നു, ബ്രേക്ക് വാട്ടറിന്റെ അറ്റത്തായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. അപ്പം സ്ട്രക്ചർ കൺസ്ട്രക്റ്റഡ് അറ്റ് ദി ടിപ്പ് ഓഫ് എ ബ്രേക്ക് വാട്ടർ നിയർ ദി എൻട്രൻസ്. ഓക്കെ, അപ്പം ഇതാണ് ഞങ്ങളുടെ അപ്രോച്ച് ചാനൽ, ഹാർബറിന്റെ അപ്രോച്ച് ചാനൽ എന്ന് കാണിക്കാൻ വേണ്ടി ഒരു നല്ല ഹൈറ്റിലായിരിക്കും കൺസ്ട്രക്ട് ചെയ്യുന്നത്. പിന്നെ പറയുന്നത് ഷുഡ് ഹാവ് സ്റ്റെബിലിറ്റി അഗൈൻസ്റ്റ് ലാറ്ററൽ ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ഓവർ ടേണിങ്. എന്ന് വെച്ചാൽ ഈ വേവ് ഒക്കെ കൂടുതലും വരുന്ന പോർഷനാണ്, അപ്പം അവിടെ ഡിസ്പ്ലേസ്മെന്റ് ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പം അതനുസരിച്ച് സ്റ്റേബിൾ ആയിട്ടുള്ളത്, ഓവർ ടേണിങ് ഒന്നും ഉണ്ടാകാത്ത രീതിയിലുള്ള കൺസ്ട്രക്ഷൻ ആയിരിക്കണം. പിന്നെ ഈ ഒരു പിയർ ഹെഡ് എന്ന് പറയുന്നത് ബ്രേക്ക് വാട്ടറിന് ടിപ്പിലായിട്ടാണല്ലോ കൊടുക്കുന്നത്. അപ്പം ഈ രണ്ടിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു വെർട്ടിക്കൽ ജോയിന്റ് അവിടെ കാണും. ഓക്കെ, പിന്നെ ഇത് ലൈറ്റഡ് ആയിരിക്കണം. എന്ന് വെച്ചാൽ മറ്റ് ഒബ്ജക്ട്സിനെ വെച്ചിട്ട് നമുക്ക് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യണമല്ലോ. രാത്രിയൊക്കെ പോകുമ്പം ഈ ലൈറ്റ് ഹൗസ് അല്ലെങ്കിൽ ഈ പിയർ ഹെഡ് കാണണമെങ്കിൽ എന്താണ്, അതിൽ ലൈറ്റ് കൊടുക്കണം. അപ്പം എന്നാലും നമുക്ക് ഇവിടെയാണ് നമ്മുടെ ഹാർബർ എന്ന് കാണാൻ പറ്റത്തുള്ളൂ. ഓക്കെ, പിന്നെ പറയുന്നത് ഒരു ലാർജ് ഷിപ്പ് വന്നാൽ പോലും അതിൻ്റെ ഇമ്പാക്റ്റ് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ആയിരിക്കണം ഈ ഒരു പിയർ ഹെഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഇത് നമ്മൾ നോക്കാത്തതാണ്, ഡോൾഫിൻസ്. ഡോൾഫിൻസ് എന്ന് വെച്ചാൽ കൺസ്ട്രക്ഷൻ ഇൻ ദി ഫോം ഓഫ് എ ക്ലസ്റ്റർ ഓഫ് ക്ലോസ്ലി സ്പേസ്ഡ് പൈൽസ് ഫോർ മൂറിംഗ് വെസൽസ്. എന്ന് വെച്ചാൽ ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെസൽസ് അല്ലെങ്കിൽ ഷിപ്പിനെ ബെർത്ത് ചെയ്യാൻ, മൂറിംഗ് എന്ന് വെച്ചാൽ എന്താ, ഇങ്ങനെ പാർക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ കുറേ പൈൽസ് എന്ന് വെച്ചാൽ ഇങ്ങനെ പോസ്റ്റ് പോലെ സാധനം വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇതിനെല്ലാം കൂടെ ഒരുമിച്ച് ആക്കിയിട്ടാണ് നമ്മൾ ഈ വെസൽസിനെ പാർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഏരിയ റെഡിയാക്കുന്നത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതൊക്കെ എന്തുവാ, വാർഫ്, ക്വേസ് എന്നൊക്കെ പറഞ്ഞാൽ അത് സീഷോറിന് അടുത്തായിട്ടായിരുന്നു. ഓക്കെ, ഇതല്ല, സീഷോറിന് അടുത്തല്ല, ഇച്ചിരി മാറിയിട്ടൊക്കെ നമുക്ക് വെസൽസിനെ ഒന്ന് പാർക്ക് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഈ ഡോൾഫിൻസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ ഈ ക്ലോസ്ഡ്ലി സ്പേസ്ഡ് ആയിട്ടുള്ള പൈൽസിനെ നമ്മൾ ടോപ്പിൽ നമ്മൾ ഒരുമിച്ചെത്തിക്കും. ആ ഒരുമിച്ചെത്തിക്കുന്നത് കേബിൾ വെച്ചിട്ട് ടൈ ചെയ്തിട്ടായിരിക്കും. ഓക്കെ, പിന്നെ ഇത് വെസൽസ് മൂറിങ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. ഷിപ്പിനൊക്കെ ഷിപ്പ് ടൈ ചെയ്ത് വെക്കാൻ, കാർഗോസ് ഒക്കെ ആ ഒരു പർട്ടിക്കുലർ ഷിപ്പിൽ നിന്ന് വേറൊരു ഷിപ്പിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ ഈ ഒരു ഡോൾഫിൻസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, ആ ഒരു റീജിയൻ. പിന്നെ ഇത് ഡിസൈൻ ചെയ്യേണ്ടത് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഇമ്പാക്ട് ഫോഴ്സ് ഉണ്ട്, വിൻഡ് ഫോഴ്സ് ഉണ്ട്, പിന്നെ വാട്ടർ കറന്റ് ഫോഴ്സസ് ഒക്കെ ഉണ്ട്. ഇതിനെയൊക്കെ താങ്ങാൻ പറ്റുന്ന രീതിയിൽ വേണം ഈ ഒരു ഡോൾഫിൻസ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് ടൈപ്സ് ഓഫ് ഡോൾഫിൻസ് നമുക്ക് നോക്കാം. ഒന്ന് ബ്രസ്റ്റിംഗ് ഡോൾഫിൻസും, രണ്ടാമത് മൂറിംഗ് ഡോൾഫിൻസ്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ദീസ് ഡോൾഫിൻസ് ഹാവ് മൂറിംഗ് പോസ്റ്റ് ടു ടേക്ക് ദി ലൈൻസ് ഓഫ് ഷിപ്പ് ആൻഡ് ദേ മൂവ് എ ഷിപ്പ് അലോങ് ദി ഡോക്ക് ഓർ ഹോൾഡ് ഇറ്റ് അഗൈൻസ്റ്റ് ദി കറന്റ്. ഓക്കെ, അപ്പോൾ ഈ ഡോൾഫിൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ഫിഗർ കണ്ടോ, ഈ പോർഷൻ കണ്ടോ, അതുപോലത്തെ മീൻസ് നമ്മുടെ സീഷോറിന് അടുത്ത് തന്നെ ആയിരിക്കും, പക്ഷേ തൊട്ടടുത്തായിരിക്കില്ല, ഈ വെള്ളത്തിന് സൈഡിൽ. ഇപ്പോൾ ഈ ഒരു ഫിഗർ കണ്ടില്ലേ, റെഡ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, അപ്പം അവിടെ ഷിപ്പിനെ ലൈനിൽ കൊണ്ടുവന്ന് കറക്റ്റായിട്ട് ലൈനിലാക്കിയിട്ട് അതിനെ കെട്ടിയിട്ട് അതിനെ ആ സീ കറൻസിൻ്റെ എഫക്റ്റിൽ നിന്ന് ഹോൾഡ് ചെയ്ത് വെക്കുക. അതാണ് ഈ ഒരു ഡോൾഫിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ഷിപ്പ് എന്ന് പറയുമ്പോൾ ആ ഡോൾഫിൻ അടുത്ത് വരുവാണല്ലോ. അപ്പം ചിലപ്പം ഷിപ്പ് ഇങ്ങനെ വന്ന് ഇടിച്ചിടിച്ച് ചിലപ്പോൾ വേണമെങ്കിൽ ആ ഡോൾഫിൻ എന്ന പോർഷൻ, ആ പൈൽ എന്ന പോർഷൻ ഇപ്പോൾ ഇടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്, ഡാമേജ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഫെൻഡർ എന്നൊരു സാധനം കൊടുക്കും. ഫെൻഡർ എന്താണെന്നുള്ളത് ഞാൻ അടുത്ത സ്ലൈഡിൽ കാണിക്കാം. ഓക്കെ, അപ്പോൾ അത് കൊടുത്താൽ ആ ഇമ്പാക്റ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇനി അടുത്തത് മൂറിംഗ് ഡോൾഫിൻസ്. മൂറിംഗ് ഡോൾഫിൻസ് എന്ന് വെച്ചാൽ അഡീഷണൽ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഡോൾഫിൻസ് ആണ്. അപ്പോൾ ഈ പടത്തിൽ കാണാം, ആ മഞ്ഞ കളറിൽ കണ്ടോ, ഇവിടെയും ഇത് ഈ കൊടുത്തിരിക്കുന്നതൊക്കെ. ഓക്കെ, ഇതും ഷിപ്പിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി തന്നെ, വിൻഡ് ബ്ലോ ചെയ്യുന്ന ഡയറക്ഷനിൽ നിന്ന് ഷിപ്പിനെ ഫോൾഡ് ചെയ്യാൻ വേണ്ടിയൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മൾ ഡോക്ക് അല്ലെങ്കിൽ റിപ്പയറിംഗ് വർക്കൊക്കെ നടക്കുന്ന ഏരിയ ഉണ്ടല്ലോ, അവിടെ നിന്ന് ഇച്ചിരി ദൂരം മാറിയിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അധികം ഇമ്പാക്റ്റ്, ഷിപ്പിൻ്റെ ഇമ്പാക്റ്റ് ഒന്നും ഇതിനധികം ഉണ്ടാകുന്നില്ല. ഓക്കെ, പിന്നെ പറയുന്നത് ലൊക്കേറ്റഡ് സച്ച് ദാറ്റ് മൂറിംഗ് ലൈൻസ് ആർ അറ്റ് റൈറ്റ് ആംഗിൾ ടു ഡോക്ക്. എന്ന് വെച്ചാൽ ഡോക്ക് പോർഷൻ ഇവിടെ ആണെങ്കിൽ അതിന് റൈറ്റ് ആംഗിൾ ആയിട്ടായിരിക്കും നമ്മുടെ ഈ മൂറിംഗ് ഡോൾഫിൻസ് ഇരിക്കുന്നത്. ഓക്കെ, രണ്ടും എന്താ, ഷിപ്പിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. ഒന്ന് ഡോക്കിനടുത്തായിരിക്കും, അതിൽ ഫെൻഡർ കാണും, മറ്റടുത്ത് അങ്ങനെ വന്ന് ഇടിക്കുന്ന ഒരു പ്രശ്നമൊന്നും അധികം വരുന്നില്ല. പിന്നെ റൈറ്റ് ആംഗിൾ ആയിട്ടൊക്കെയായിരിക്കും കൊടുക്കുന്നത്. ഓക്കെ, ഈ കൊടുത്തിരിക്കുന്നതൊക്കെ മൂറിംഗ് ഡോൾഫിൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, പടത്തിലൊക്കെ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഇങ്ങനെ സാധനം. അപ്പോൾ ഇവിടെയൊക്കെ ഈ പൈൽസിലൊക്കെ ഈ ഒരു തൂണിലൊക്കെ ഷിപ്പിനൊക്കെ കെട്ടിയിടാം കുറച്ച് നേരത്തേക്ക്, അങ്ങനത്തെ കാര്യത്തിനൊക്കെ യൂസ് ചെയ്യാം. ഇതും ഒരു വാർഫാണ് ഈ കൊടുത്തിരിക്കുന്നത്, പിയർ എന്ന് പറയുന്ന സാധനം. അതിൻ്റെ അപ്പുറം ഇപ്പുറമായിട്ട് എന്താണ്,
ബ്രസ്റ്റിംഗ് ഡോൾഫിൻസ് ആണ് ഇരിക്കുന്നത്. ഇവിടെയൊക്കെ വന്നിട്ട് ഷിപ്പിനോ വെസൽസിനൊക്കെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, അടുത്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡോൾഫിൻസ്. ഓക്കെ, നമ്മൾ സാധാരണ കാണുന്നത് എങ്ങനത്തെയാണെന്ന് നോക്കാം. ഒന്ന് ഫ്ലെക്സിബിളും മറ്റേത് റിജിഡും. ഓക്കെ, അപ്പം ഫ്ലെക്സിബിൾ ഡോൾഫിൻ എന്ന് വെച്ചാൽ അവിടെ ക്ലസ്റ്റർ ഓഫ് പൈൽസ്, കുറേ ഇങ്ങനെ തൂണ് പോലത്തെ കാണും. അതിനെ എല്ലാം കൂടെ, തൂണെന്ന് പറയുമ്പോൾ അത് ഓഡ് നമ്പേഴ്സ് ആയിരിക്കും, എന്ന് വെച്ചാൽ 5, 7 അങ്ങനെ നമ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ ഓഡ് നമ്പേഴ്സ് ആയിട്ടുള്ള പൈൽസ് നമ്മൾ മേളിൽ ഗാൽവനൈസ്ഡ് കേബിൾ വെച്ചിട്ട് കെട്ടിവെക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് അതിലോട്ടാണ് നമ്മൾ ഈ ഷിപ്പൊക്കെ ബെർത്ത് ചെയ്ത് വെക്കുക, അതിനടുത്തായിട്ടായിരിക്കും വെക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലെ ആ പൈൽസിൽ ഏറ്റവും സെൻറ്റർ പൈലുണ്ടല്ലോ, അത് ഇച്ചിരി 1 മീറ്റർ എങ്കിലും പൊക്കത്തിലായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അതിലായിരിക്കും നമ്മൾ ഈ ടൈ ചെയ്ത് വെക്കുന്നത്. പിന്നെ ഒരു ചെറിയൊരു ആംഗിളിലായിരിക്കും ഇത് ഇരിക്കുന്നത്, സിമെട്രിക് ആയിട്ടായിരിക്കും അതിന് സെൻറ്റർ ഇരിക്കേണ്ടത്. പിന്നെ വുഡൻ പൈൽസ് ആയിരിക്കും, സാധാരണ ടിമ്പർ പൈൽസ് ആയിരിക്കും. പിന്നെ സ്മോൾ വെസൽസ് എന്ന് വെച്ചാൽ 50,000 കിലോ ന്യൂട്ടൺ വെയിറ്റ് ഒക്കെ വരുന്ന സ്മോൾ വെസൽസ് താങ്ങാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ഫ്ലെക്സിബിൾ ഡോൾഫിൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫിഗറിൽ നിങ്ങൾക്ക് കാണാം 7 റൺസ് ഡയമീറ്റർ ഉള്ള ഇതായിരിക്കും യൂസ് ചെയ്യുന്നത്. വയർ റോപ്പ് കൊടുത്തിട്ടുണ്ട് കെട്ടി വെക്കാൻ, സെൻട്രൽ പൈൽസ് പൊക്കിയിട്ട് കൊടുക്കും. ഓക്കെ, അതിൻ്റെ ടോപ്പ് വ്യൂ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ റിജിഡ് ഡോൾഫിൻസ് എന്ന് പറയുമ്പം piles of clusters are bolted to wooden cross members located just above low water with wooden framing at the top. ഇതെന്താന്ന് വെച്ചാൽ കുറേ പൈൽസ് കാണും. ഓക്കെ, അതും വുഡൻ ആയിട്ട് സംഭവമായിരിക്കും. ഇതിനെ നമ്മൾ തൊട്ട് മേളിൽ, ഇതിൻ്റെ എല്ലാത്തിനും മേളിലായിട്ട് ഒരു വുഡൻ ക്രോസ് മെമ്പർ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിലോട്ട് ബോൾട്ട് ചെയ്ത രീതിയിലാണ് ഈ ഒരു ഡോൾഫിൻ ഇരിക്കുന്നത്. എന്നിട്ട് എന്താണ്, ഇവിടെ വന്നിട്ട് ലാർജ് ആയിട്ടുള്ള, കുറച്ചും കൂടെ മറ്റേടത്ത് സ്മോൾ വെസലാണെങ്കിൽ ഇതിൽ ലാർജ് വെസൽസ് താങ്ങാൻ പറ്റുന്ന രീതിയിലാണ് റിജിഡ് ആയിട്ടുള്ള സാധനം കൊടുക്കുന്നത്. ഇത് മറ്റേത് ഫ്ലെക്സിബിൾ ആണ്, ഇപ്പം ചിലപ്പോൾ ഒരു ആട്ടമൊക്കെ കാണും. ഇത് പക്ഷെ അങ്ങനെയല്ല, റിജിഡ് ആണ്, അത് അവിടെ തന്നെ ഇരിക്കുന്നതാണ്, നമുക്ക് മൂവ് ചെയ്ത് മാറ്റാൻ പറ്റുന്ന ടൈപ്പ് അല്ല. ഓക്കെ, അടുത്ത അൺലോഡിങ് ഫെസിലിറ്റി എന്ന് പറയുന്നത് ജെട്ടീസ്. നമ്മൾ നോക്കിയതാണ്. സ്ട്രക്ചേഴ്സ് ഇൻ ദി ഫോം ഓഫ് പൈൽഡ് പ്രൊജക്ഷൻ ബിൽഡ് ഔട്ട് ഫ്രം ദി ഷോർ ടു ഡീപ് വാട്ടർ ടു റിസീവ് ഷിപ്സ്. അത് ഷോറിൽ നിന്ന് കുറച്ച് പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. റിവേഴ്സിലാണെങ്കിൽ അങ്ങനെ വെക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ ആ റിവർ ബാങ്കിലോട്ടുള്ള കറണ്ടിനെ ഡൈവേർട്ട് ചെയ്ത് വിടാനും സ്കോറിങ് ആക്ഷനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനാണ്. ജെട്ടീസ് സീലൊക്കെ ആകുമ്പോഴും അധികം ഈ ഒരു വേവിൻ്റെ എഫക്റ്റ് ഒന്നും വരാതിരിക്കാനും, അധികം ഷോറിനടുത്ത് എത്തുമ്പോഴേക്കും ഡെപ്ത് കുറവായിരിക്കുമല്ലോ, അപ്പം അത് പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി ഒരു പ്രൊജക്ഷൻ പോലെ ആയിരിക്കും നമ്മൾ ഈ ഒരു സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ജെട്ടീസിൻ്റെ 2 സൈഡിലും എന്താ നമുക്ക് ബെർത്ത് ചെയ്യാം, അപ്പുറവും ഇപ്പുറവും നമുക്ക് ബെർത്ത് ചെയ്യാം. പല ഷേപ്പിൽ കിട്ടും. ഇപ്പം ഈ ഒരു ഫിഗറിൽ ഫിംഗർ ജെട്ടി, പിന്നെ T ഷേപ്ഡ് ആയിട്ടുള്ളത് കാണാം. ഓക്കെ, പക്ഷെ വാർഫ് എന്ന പോർഷൻ ഉണ്ടായിരുന്നല്ലോ സ്ട്രക്ചറില്ല, അതിൽ ഒരു സൈഡിൽ മാത്രമേ നമുക്ക് ബെർത്ത് ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു വെസൽസിന്. ഇതിന് അപ്പുറം ഇപ്പുറവും ചെയ്യാം. ഓക്കെ, അതൊരു ഡിഫറൻസ് ആണ് രണ്ടും തമ്മിലുള്ളത്. പിന്നെ ഇതിൽ സിവിയർ ആയിട്ടുള്ള വേവ് ആക്ഷൻ എക്സ്പോസ്ഡ് ആണ് ഈ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അടുത്തത് ഫെൻഡർ. ഫെൻഡർ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, ഈ ഷിപ്പ് വന്ന് ഇടിച്ചിടിച്ച് ഡോൾഫിൻ എന്ന പോർഷൻ വരുമ്പം ഷിപ്പ് ഇടിച്ച് ചിലപ്പോൾ അത് ഇടിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ടെന്ന്. അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഫെൻഡർ എന്ന സാധനം വെക്കുമെന്ന് പറഞ്ഞില്ലേ, അതാണ് ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഈ കണ്ടോ, ഈ ഒരു പോർഷൻ, ഈ കറുത്തതും മഞ്ഞ ഈ സംഭവം. അപ്പോൾ ഈ ഒരു വോളിലോട്ട് ഷിപ്പ് ഡയറക്റ്റ് വന്ന് ഇടിച്ചാൽ എന്ത് പറ്റും, ഇതിൽ ഡാമേജ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഈ വോളിൽ. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ഒരു സാധനം വെക്കും. അപ്പം ഈ വോളിലോട്ട് ആ ഒരു ഷിപ്പിൻ്റെ ഇമ്പാക്റ്റ് വരുന്നില്ല. ഓക്കെ, അപ്പം ജെട്ടീസ് ആർ ഡാമേജ്ഡ് വെൻ എ ലോഡഡ് ഷിപ്പ് അല്ലെങ്കിൽ വെസൽ ആ ഒരു പോർഷനിലോട്ട് എൻ്റർ ചെയ്യുമ്പോൾ ഡാമേജ് ആകാൻ ചാൻസ് ഉണ്ട്, അതിങ്ങനെ സ്ട്രൈക്ക് ചെയ്താൽ. ഓക്കെ, അപ്പം ആ വോള് ലാർജ് ആയിട്ടുള്ള ഹാർഡ് ഹിറ്റ് ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ എന്താ ഡാമേജ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പം ലോഡിങ് ചെയ്യുന്ന സമയത്തും അൺലോഡിങ് ചെയ്യുന്ന സമയത്തൊക്കെ പ്രശ്നം ഉണ്ടാവും. അപ്പം ആ ഒരു ഡോക്ക് വോളിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തെടുക്കുന്നത് വെച്ചാൽ ഒരു കുഷൻ പോലത്തെ സാധനം കൊടുക്കും. അപ്പം എന്താണ്, ഷിപ്പ് വന്നിരുന്നാൽ ഷിപ്പിൻ്റെയും ആ ഡോക്ക് വോളിനിടയ്ക്ക് ഒരു കുഷൻ പോലത്തെ സാധനം ഇരിക്കും. ഓക്കെ, അപ്പം അത് ആ ഒരു ഡോക്ക് വോളിനെ പെർമനൻ്റ്ലി പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു കുഷനായിട്ട് ആക്ട് ചെയ്യുക. അതിനെയാണ് ഫെൻഡർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പല ടൈപ്പ് ഉണ്ട്, നോക്കാം. ടിമ്പർ പൈൽസ്, ഫെൻഡർ വിത്ത് സ്പ്രിങ്. ടിമ്പറിൻ്റെ പൈൽസ് വെച്ചിട്ടുള്ള ഫെൻഡേഴ്സ് ഉണ്ട്, റബ്ബർ ഫെൻഡർ ഉണ്ട്. അത് റിജിഡ് ആയിട്ടിരിക്കുന്നത് കൊണ്ട് ഈ ലൂസ് ആയിട്ട് അല്ലെ ആങ്കേർഡ് ആയിട്ടുള്ള റബ്ബർ ഫെൻഡർ ഉണ്ട്. പിന്നെ ന്യൂമാറ്റിക് ഫെൻഡർ. ഓരോന്ന് നോക്കാം. അതിലെ ഫസ്റ്റ് വൺ ടിമ്പർ പൈൽ ഫെൻഡർ വിത്ത് സ്പ്രിങ്. ഓക്കെ, അപ്പം ഈ പറഞ്ഞ പൈലുണ്ടല്ലോ, അത് നമ്മൾ 3 മീറ്റർ to 5 മീറ്റർ ഇൻ്റർവെല്ലിൽ
നമ്മൾ ആ ഒരു വോളിന് എലോങ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യും. അപ്പോൾ വോളിൽ നിന്നൊരു 0.5 മീറ്റർ മാറിയിട്ടായിരിക്കും ഈ പൈൽസ് നമ്മൾ ഡ്രിവൻ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, എന്നിട്ട് ആ പൈൽസിനെ അതിൻ്റെ ടോപ്പിൽ നിന്ന് വോളിലോട്ട് ഒരു സ്പ്രിങ് വെച്ചിട്ട് കണക്ഷൻ ചെയ്ത് വെക്കും. ഓക്കെ, അപ്പോൾ എന്താ പറ്റുന്നത്, ഷിപ്പ് വന്നാൽ പോലും ആ വോളിനെ ടച്ച് ചെയ്യുന്നില്ല, ഈ ടിമ്പർ പൈലിന് അടുത്തായിട്ടായിരിക്കും വന്ന് ബെർത്ത് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ ഫിഗർ കാണിച്ച് മനസ്സിലായല്ലോ. ഇത് ആയിരിക്കും ആ ഡോക്ക് വോള്. അപ്പം ഇങ്ങനെ ഇറക്കി ഇറക്കി വെച്ച പൈൽസ് കാണും, അതിൻ്റെ ടോപ്പ് പോർഷനിൽ ഇങ്ങനെ നമ്മൾ സ്പ്രിങ് വെച്ച് കണക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഷിപ്പ് വരുന്നത് ഇതിലായിരിക്കും വന്ന് ടച്ച് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് റബ്ബർ ഫെൻഡർ. റബ്ബർ ഫെൻഡർ എന്ന് പറഞ്ഞാൽ യു ഷേപ്ഡ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഷേപ്പ് ആയിട്ടുള്ള റബ്ബർ പാഡ് വെച്ചിട്ടുള്ള ഫെൻഡേഴ്സാണ്. ഓക്കെ, അപ്പോൾ അത് ഒന്നെങ്കിൽ ഈ വോളിന് ഇങ്ങനെ വെർട്ടിക്കലായിട്ട് ഇങ്ങനെ ഫിക്സ് ചെയ്തിരിക്കും. ഇതിൽ ഫിഗറിൽ കാണാം, ഫിക്സ് ചെയ്തിരിക്കുവാണ് ഈ യു ഷേപ്പ് സാധനം. ഓക്കെ, അപ്പം ഈ ഒരു റബ്ബറിൻ്റെ ആ ഒരു സാധനം എനർജി ഇമ്പാക്റ്റിനെ അബ്സോർബ് ചെയ്യും. അതുപോലെ തന്നെ അധികം ഒത്തിരി ഇമ്പാക്റ്റ് വന്നു കഴിയുമ്പോൾ എന്താ, അത് ആ പാഡും ഇങ്ങനെ ക്രഷ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താ, നമ്മളത് ഇടയ്ക്കിടയ്ക്ക് അത് റീപ്ലേസ് ചെയ്യണം. ഓക്കെ, ഇതാണ് ഫിക്സ്ഡ് ആയിട്ടുള്ളത്. ഇനി ഈ സെയിം റബ്ബർ ഫെൻഡർ തന്നെ നമുക്ക് ലൂസ്ലി ആങ്കേർഡ് ആയിട്ട് വെക്കാം, ഇങ്ങനെ ആങ്കർ ചെയ്ത് കിടക്കും. ഇതിൽ ഫിക്സ് ആണെങ്കിൽ ആങ്കേർഡ് ആയിട്ടുള്ളത് നമുക്ക് യൂസ് ചെയ്യാം. അതും കുറച്ചും കൂടെ തിക്കായിട്ടുള്ള യു ഷേപ്ഡ് റബ്ബർ തന്നെ, റബ്ബർ ട്യൂബ് ആയിരിക്കും. അപ്പോൾ ആ ട്യൂബിനകത്തൂടെ നമ്മൾ സ്റ്റീലിൻ്റെ ചെയിൻ വെച്ചിട്ട് ആ ഹോളിൽ കൂടെ ആങ്കർ ചെയ്യും. എന്നിട്ട് ആ ചെയിനെ നമ്മൾ ഈ വോളിലോട്ട് നമ്മൾ ബോൾട്ടും നട്ടൊക്കെ വെച്ചിട്ട് കണക്ട് ചെയ്ത് വെക്കും. അപ്പോൾ എന്താണ്, ഇവിടെയും ആ ഒരു വോളിലോട്ട് ഡയറക്റ്റ് ഷിപ്പിന് കണക്ഷൻ വരുന്നില്ലല്ലോ. ഷിപ്പ് വന്ന് ഇടിക്കുമ്പോൾ ഒരു പ്രശ്നം വരുന്നില്ല, എല്ലാം ഇമ്പാക്റ്റ് എല്ലാം ഈ ഒരു റബ്ബർ ഫെൻഡർ ആയിരിക്കും എടുക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് ന്യൂമാറ്റിക് ഫെൻഡർ. ന്യൂമാറ്റിക് ഫെൻഡർ എന്ന് വെച്ചാൽ ഈ റബ്ബർ ടയർ ഒക്കെ ഇല്ലേ, അത് തന്നെ. റബ്ബർ ടയർ നമ്മൾ ആ വോളിൻ്റെ ടോപ്പിലായിട്ട് ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കും പല പല ഇൻ്റർവെല്ലിൽ. ഈ ഒരു ഫിഗറിൽ കാണാമല്ലോ. അപ്പോൾ എന്താണ്, ആ ടയറിലോട്ടായിരിക്കും ഷിപ്പ് കോണ്ടാക്ട് ആകുന്നത്. അപ്പോൾ ഇമ്പാക്റ്റും എടുക്കുന്നതും ആ ടയർ പോർഷനാണ്. ഓക്കെ, ഇപ്പം നമ്മൾ ടിമ്പറിൻ്റെയും കണ്ടു, റബ്ബറിൻ്റെയും കണ്ടു. പക്ഷേ ഏറ്റവും നല്ല മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും ടിമ്പർ ആയിരിക്കും. കാരണം കുറച്ചും കൂടെ റിസൈലൻറ്റ് മെറ്റീരിയലാണ്. അതിന് ആ ഷോക്ക് ഓഫ് ഷിപ്പിനെ കുറച്ചുകൂടെ നന്നായിട്ട് അബ്സോർബ് ചെയ്യാൻ പറ്റും. ഓക്കെ, വേറെ ഏത് മെറ്റീരിയലിനേക്കാളും. പിന്നെ കുറച്ചുകൂടെ ബെറ്റർ പ്രൊട്ടക്ഷൻ വേണമെങ്കിൽ ടിമ്പർ തന്നെയായിരിക്കും നല്ലത് അവിടെ. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് ഫെൻഡർ എന്ന് വെച്ചാൽ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് റബ്ബിംഗ് സ്ട്രിപ്പ്. റബ്ബിംഗ് സ്ട്രിപ്സ് എന്ന് വെച്ചാൽ ഈ സ്മോൾ വെസൽസ് ഒക്കെ അടുക്കുന്ന സ്ഥലത്താണ് സാധാരണ കൊടുക്കുന്നത്. അപ്പം ടിമ്പറിൻ്റെ അല്ലെങ്കിൽ സാധാ കൊയർ വെച്ചിട്ടുള്ള റബ്ബർ ടയർസ് വെച്ചിട്ടുള്ള സ്ട്രിപ്സ് ആയിരിക്കും കൊടുക്കുന്നത്. പിന്നെ ന്യൂമാറ്റിക് ആയിട്ടുള്ള ഇൻഫ്ലേറ്റഡ് ടയേഴ്സ്, ഇങ്ങനെ എയർ കയറ്റിയിട്ടുള്ള ടയേഴ്സ് നമുക്ക് ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം. ഒന്നുകിൽ റൈറ്റ് ആംഗിൾ ആയിട്ടോ സസ്പെൻഡ് ചെയ്ത രീതിയിലോ നമുക്ക് വെക്കാം. എന്നിട്ട് അതിലോട്ടായിരിക്കും ഈ ഷിപ്പ് വരുന്നതൊക്കെ വന്ന് ഇടിക്കുന്നത്. ഇനി അതല്ല, ടിമ്പർ ഗ്രില്ലുണ്ട്. അവിടെ എന്താണെന്ന് വെച്ചാൽ വെർട്ടിക്കലായിട്ടുള്ളതും ഹൊറിസോണ്ടലായിട്ടുള്ളതും ആയിട്ടുള്ള പൈൽസ് കാണും. അതിനെ നമ്മൾ എന്തെടുക്കും, ആ പൈൽസിൻ്റെ ഇടയ്ക്ക് നമ്മൾ ക്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അതിലോട്ടായിരിക്കും ഇമ്പാക്റ്റ് വരുന്നത്. പിന്നെ ഒന്ന് ഗ്രാവിറ്റി ടൈപ്പ് ഫ്രണ്ടറിങ്. എന്താണെന്ന് വെച്ചാൽ കോൺക്രീറ്റ് ആണ്, ഇച്ചിരി വെയിറ്റ് ഉള്ള കോൺക്രീറ്റ് ഫെൻഡർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ബെർത്ത് ചെയ്യുന്ന ഷിപ്പ് വന്നു കഴിയുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് കാരണം അതിലോട്ടായിരിക്കും, ആ കോൺക്രീറ്റിലോട്ടായിരിക്കും ഇമ്പാക്റ്റ് വരുന്നത്. അപ്പോൾ ഇമ്പാക്റ്റിനൊരു പ്രശ്നം കാണും, ചെറുതായിട്ട് റൈസ് ആകാൻ ചാൻസ് ഉണ്ട്, ഇച്ചിരി പൊങ്ങാൻ ചാൻസ്. ഇപ്പോൾ ഇറക്കി വെച്ചിരിക്കുകയായിരിക്കും വാട്ടറിലോട്ട്, അപ്പോൾ ഇച്ചിരി പൊങ്ങാൻ ചാൻസ് ഉണ്ട്. ആ ഇമ്പാക്റ്റിൻ്റെ ഒരു പ്രശ്നം കാണും. പിന്നെ അടുത്തത് റബ്ബർ ഫെൻഡർ. നേരത്തെ പറഞ്ഞ തന്നെ റബ്ബർ വെച്ചിട്ടുള്ളതായിരിക്കും. സിലിണ്ടറിക്കൽ, സ്ക്വയർ ഷേപ്പ്, വി ഷേപ്പ്, യു ഷേപ്പ്, അങ്ങനെ പല ഷേപ്പിൽ കിട്ടും. അത് നമ്മൾ ആ ഡോക്കിൽ നിന്ന് ഇങ്ങനെ ഹാങ് ചെയ്യുന്ന രീതിയിലായിരിക്കും കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഫിക്സ് ചെയ്യുന്ന രീതിയിലായിരിക്കും കൊടുക്കുന്നത്. ഇനി അടുത്ത ലാസ്റ്റ് വൺ, സ്ലിപ്സ് ആൻഡ് മോൾസ്. അതിൽ സ്ലിപ്സ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ഫിഗറിൽ നിങ്ങൾക്ക് കാണാവേ, ഈ കാണുന്ന കണ്ടോ, ഈ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത് അതാണ് പിയർ. അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഓരോ വെസൽസ്, ഷിപ്സ്, ബോട്ടൊക്കെ ഇരിക്കുന്നുണ്ടോ, 2 എണ്ണം വെച്ചൊക്കെ ഉണ്ടല്ലേ, ആ ഒരു സ്പേസിനെ. അപ്പം സ്പേസ് ഓഫ് വാട്ടർ ഏരിയ ബിറ്റ്വീൻ 2 അഡ്ജസൻറ്റ് പിയേഴ്സ്, അതിൻ്റെ അടുത്തടുത്തുള്ള പിയേഴ്സ് തമ്മിലുള്ള ആ ഒരു വാട്ടർ ഏരിയൻ്റെ സ്പേസിനെയാണ് സ്ലിപ്പ് എന്ന് പറയുന്നത്. ആ ഒരു പോർഷനിലായിരിക്കും ഷിപ്പ് ബെർത്ത് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഓരോ സ്ലിപ്പിൻ്റെയും സ്പേസ് എന്ന് പറയുന്നത് 2 ഷിപ്സിനെ ബെർത്ത് ചെയ്യുന്ന രീതിയിലായിരിക്കണം അത്. ഓക്കെ, പിന്നെ പറയുന്നത് അതിന് റിക്വയർഡ് ആയിട്ടുള്ള വിഡ്ത്ത് വേണം. എന്തിനാണ്, ആ വെസൽസ് അകത്ത് കയറാനും ഇറങ്ങിപ്പോകാനുള്ള ആവശ്യത്തിനുള്ള വിഡ്ത്ത് ആ ഒരു സ്ലിപ്പ് ഏരിയയിൽ വേണം. പിന്നെ ആ സ്ലിപ്പിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം എന്ന് വെച്ചാൽ, അങ്ങോട്ട് വരാൻ ചാൻസ് ഉള്ള ഏറ്റവും വലിയ ഷിപ്പിൻ്റെ ബീം എന്ന് പറഞ്ഞ പോർഷനില്ല, ബീം എന്ന് വെച്ചാൽ എന്താ, വിഡ്ത്ത് വാല്യൂ, ഷിപ്പിൻ്റെ ആ വിഡ്ത്ത് വാല്യൂവിൻ്റെക്കാളും 3 to 4 ടൈംസ് കൂടുതലായിരിക്കണം സ്ലിപ്പ് ഏരിയയുടെ വിഡ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മോൾസ് എന്ന് വെച്ചാൽ ഈ ഒരു കൺസ്ട്രക്ഷൻ കണ്ടോ. ഓക്കെ, ഇതും ഇങ്ങനെ
കാർഗോ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോം, അത്രയേ ഉള്ളൂ. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ഷോറിൽ നിന്ന് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന രീതിയിലാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ റോക്ക് ഫില്ല് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പം വാട്ടറിന് ഡെപ്ത് കുറവായിട്ടുള്ള ഏരിയ എന്ന് വെച്ചാൽ 3 മീറ്ററിലും താഴെയാണ് ഡെപ്ത് ഓഫ് വാട്ടർ എങ്കിൽ അവിടുത്തെ കേസിൽ നമ്മൾ ഈ മോൾസ് കൺസ്ട്രക്ട് ചെയ്യും. മോൾസിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് മാക്സിമം 8 മീറ്റർ ആയിരിക്കണം, അതിൽ കൂടാൻ പാടില്ല. പിന്നെ ഇതിൻ്റെ ടോപ്പ് സർഫസ്, ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് നമ്മൾ റോഡ് വേ ആയിട്ട് അല്ലെങ്കിൽ സൈഡ് വാക്ക് റെയിൽവേ ട്രാക്ക് ആയിട്ടായിരിക്കും കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് നല്ലതായിട്ട് വേണം കൺസ്ട്രക്ട് ചെയ്യാൻ ഈ ടോപ്പ് പോർഷൻ. പിന്നെ ഇതിന് നമ്മൾ കുറച്ചും കൂടെ ഇറോഷൻ എഫക്റ്റ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടി നമുക്ക് ഈ മോൾസ് യൂസ് ചെയ്യാം. പിന്നെ ഇതിനകത്ത് നമ്മൾ റോക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതായിരിക്കും മെയിൻ ആ കോർ ഓഫ് ദി മോൾ. നടുക്കത്തെ പോർഷൻ മെയിൻലി ക്വാറിയിൽ നിന്ന് കിട്ടുന്ന റോക്കായിരിക്കും. ഓക്കെ, ഈ ഒരു ഫിഗർ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം, ഈ കോർ പോർഷൻ എന്ന് പറയുന്നത് റോക്കായിരിക്കും. പിന്നെ മേളിൽ ടോപ്പ് സർഫസ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ റെയിൽ ട്രാക്കോ അല്ലെങ്കിൽ റോഡ് വേയോ അങ്ങനെയൊക്കെ ആയിട്ട് കൊടുക്കാം. ഓക്കെ, ഈ ഫിഗർ കാണിച്ചിട്ടുണ്ടല്ലോ, ഇതാണ് മോൾസ്. ഓക്കെ, അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, എന്നിട്ട് ലെക്ചർ നോട്ട് എഴുതുക.